ഹായ് ഓൾ, തുരുമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും വന്നേക്കുന്ന ഒരു കമ്പാരിസൺ വീഡിയോ ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ യാഥാർത്ഥ്യമാവാൻ പോകുന്നത്. അപ്പോൾ ഹിമാലയൻ്റെയും GS310ൻ്റെയും കൂടെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ വളരെ അധികം ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാനായിട്ട് നോക്കുക. ബിക്കോസ് അതിൽ ഞാൻ സെഗ്മെൻറ്റ് വൈസ് ഇടുന്നതായിരിക്കും, ഓരോ ടോപ്പിക് വൈസ് ഇടുന്നതായിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം എന്തിനെക്കുറിച്ചാണോ അറിയേണ്ടത് ആ കാര്യം പ്രോപ്പറായിട്ട് അതിൻ്റെ ടൈം കോഡ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ആ സെഗ്മെൻറ്റിൻ്റെ വീഡിയോ മാത്രമായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ എല്ലാവരും മറക്കാണ്ട് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, വണ്ടി ഓടിച്ചതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ റൈഡ് റിവ്യൂ പോർഷനിലേക്ക് എല്ലാവരും പോയിട്ട് ഓടി വരും. ഓക്കെ ഗൈസ്, ഫസ്റ്റ് ഇനിഷ്യൽ ഇംപ്രഷനിലോട്ട് പോവാം. ആദ്യമേ പറയാമല്ലോ, ഈ വണ്ടി ഭയങ്കര ഹെവിയാണ് എന്നുള്ളൊരു നമുക്കൊരു ഇതുണ്ടല്ലോ, ഹിമാലയൻ ഹെവി ആണെന്നുള്ളൊരു സംഭവമില്ലേ. റണ്ണിങ്ങിൽ അതൊട്ട് ഫീൽ ചെയ്യില്ല കേട്ടോ. ബിക്കോസ് ഭയങ്കര ലൈറ്റായിട്ടാണ്. ഈവൻ ഹാൻഡിലിൻ്റെ ഹെഡ് വെയിറ്റ് ആണെങ്കിലും അത്ര പോലും ഇല്ല. ഈസി ആയിട്ട് നമുക്ക് ഹാൻഡ്ലിങ് പറ്റുന്നുണ്ട്. ഓക്കെ, പക്ഷെ വണ്ടിയുടെ ലെങ്ത് കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മൾ കുറച്ച് കോൺഷ്യസ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയിട്ടുണ്ട് 411-നെക്കാട്ടിലും കുറച്ചുകൂടി ഒരു ഹൈറ്റ് ഫീൽ ചെയ്യും. ബട്ട് ഞാനിപ്പോൾ ഓൾറെഡി ടോൾ ബൈക്കാണല്ലോ യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ അത്ര ഹൈറ്റ് വരത്തില്ല. ഇനി നമുക്കൊന്ന് ത്രോട്ടിൽ കൊടുക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ത്രോട്ടിൽ റെസ്പോൺസ് ഒരു രക്ഷയില്ല. പക്ഷേ ഒരു കുഞ്ഞു പ്രശ്നമുണ്ട്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി നമ്മൾ ആദ്യമേ കൈ കൊടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് KTM-ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ലാഗ് അടുപ്പിക്കുന്ന പോലെ ഫീല് വരും. കുറച്ചൊന്ന് കയറാനായിട്ടൊരു മടി കാണിക്കുന്ന പോലത്തെ ഒരു ഫീല് വരും. അത്രയും ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, അതില്ല. ഓക്കെ, പക്ഷേ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈബ്രേഷൻസ് സർപ്രൈസിംഗ്ലി ഭയങ്കര കുറവാണ് കേട്ടോ. ശരിക്കും കുറവാണ്. കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചാൽ യെസ്, കംഫർട്ട് നല്ല രീതിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ GS-ൻ്റെ അത്രയും കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. സീറ്റ് കുറച്ച് ഹാർഡാണ് GS-ൻ്റെ നോക്കുമ്പോൾ. എന്നാൽ ADV-നെക്കാട്ടിലും കുറച്ചുകൂടെ ഫേം ആണെന്ന് പറയേണ്ടി വരും. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ കംഫർട്ടബിൾ ആണ്, നമുക്ക് ഈസി ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റും. കുറച്ചുകൂടെ ടോളാണ്, നമ്മൾ വണ്ടി പുറത്തിരിക്കുന്ന ഒരു ഫീലാണ് തരുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓടിച്ച് പോകാനായിട്ട്, കൂളായിട്ട് ക്രൂസ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്ന ഒരു വണ്ടിയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. നമുക്ക് വണ്ടിയുടെ ബ്രേക്കിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 95-ൽ ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, നല്ല അടിപൊളി ബ്രേക്കിംഗ് കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ബ്രേക്കിംഗ് ഒരു രക്ഷയില്ല. ഈവൻ GS-നെക്കാട്ടിലും ബെറ്റർ ആണെന്ന് പറയും. കാര്യം GS-ൽ ഞാൻ പറഞ്ഞല്ലോ ഒരു നോസ് ഡ്രൈവിങ് കാര്യങ്ങളും ഉണ്ട്, ബട്ട് അതിനെക്കാട്ടിലും ബെറ്റർ ആണ് കേട്ടോ. നൈസ്, അടിപൊളി. ഓക്കെ, ബമ്പ് ഒന്ന് കയറി നോക്കാം. ഓക്കെ, GS-ൻ്റെ അത്ര സസ്പെൻഷൻ അത്രയും മാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷേ ADV 390-ക്കാട്ടിലും ഡെഫിനറ്റ്ലി ബെറ്റർ ആണ്. രണ്ടിൻ്റെയും കൂടെ ഒരു മിഡ് റേഞ്ചിൽ വരും സസ്പെൻഷൻ, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരുപാട് ദൂരം ഓടിച്ചു നോക്കാനില്ല കേട്ടോ. ഇതിൽ ഫ്യൂവൽ ഭയങ്കര കുറവാണ്, വിച്ച് ഈസ് ഹൈലി ഡിസപ്പോയിൻറ്റിങ്. ഡെഫിനറ്റ്ലി a beast. ഉറക്കെ വിളിച്ചു പോകാൻ തോന്നുന്നു. ഒരു രക്ഷയില്ല. ഒരു എന്താ പറയാനുള്ളത്,
നമ്മൾ പെട്ടെന്ന് വിചാരിച്ചു പോകും നമ്മൾ ADV 390 അകത്താണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ചു പോകും. ആ ഒരു ഫീല് ഞാൻ ടു ബി ഓണസ്റ്റ് എൻ്റെ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ഈ സ്പീഡ് കയറുന്നുണ്ടല്ലോ അത് ഇതേപോലെ ഇങ്ങനെ ഒരു ആഫ്റ്റർ 100 നമുക്കങ്ങനെ പെട്ടെന്ന് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നൊരു ഫീല് വരത്തില്ല വണ്ടിയുടെ മിഡ് റേഞ്ച് നൈസാണ്. ബട്ട് നോ വേ നിയർ ടു ദിസ് വൺ. ഓക്കെ, അതെടുത്ത് പറയേണ്ടി വരും. ഒരു രക്ഷയില്ല കേട്ടോ. എൻജിൻ വൈസ് ഫുള്ളി സാറ്റിസ്ഫൈഡ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ചൂടടിച്ച് തുടങ്ങി. എൻ്റെ വണ്ടി ഒരിക്കലും ഹൈവേയിൽ ചൂടടിക്കാറില്ല. ഈവൻ ADV 390 അങ്ങനെ ഹീറ്റ് ഞാൻ കണ്ടില്ല ഹൈവേയിൽ ഓടിച്ച സമയത്ത്. നമ്മൾ ചെറുതായിട്ട് ഓഫ് റോഡിങ് ചെയ്ത സമയത്താണ് അതിൻ്റെ റേഡിയേറ്റർ ഫാനൊക്കെ ഓണായിട്ട് കുറച്ച് സീനായത്. പക്ഷേ ഇതിലിപ്പോഴേ തന്നെ നല്ല ചൂടടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഹാൻഡിൽ ബാർ അത്യാവശ്യം വലുതാണ്, വൈഡാണ്. പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഫ്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒരു ഇത്രയും വെയിറ്റ് ഉള്ളൊരു മോട്ടോർ സൈക്കിൾ ആണെന്ന് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. നല്ല രീതിക്ക് ഫ്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫ്ലിക്കബിലിറ്റി ഫുൾ മാർക്ക് കൊടുക്കേണ്ടി വരും. വെരി നൈസ്. എനിക്കിതിൻ്റെ ഹോൺ കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ നല്ലൊരു സൗണ്ട് വരുന്നുണ്ട്. GSൻ്റെ ഹോൺ, സ്റ്റോക്ക് ഹോൺ ഭയങ്കര ശോകമാണ്. കീ എന്ന് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കുന്നത്. സോ കുറച്ചുകൂടെ ഒരു എന്താ പറയുന്നത്, ഒരു മാൻലി എന്ന് വേണമെങ്കിൽ പറയാം സൗണ്ട്. ട്രാഫിക്കിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്കിപ്പോൾ തന്നെ മനസ്സിലാകുന്നതായിരിക്കും. ഞാനിപ്പോൾ നോട്ടീസ് ചെയ്തൊരു പ്രോബ്ലം കേട്ടോ. ഫസ്റ്റ് ഗിയറിൽ നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് ഗിയർ ഇടാനൊരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഭയങ്കരമായിട്ട് വലിക്കാത്ത പോലൊരു ഫീൽ വരും. അതായത് എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് ഹൈ റവിങ് എൻജിനാണ്. കുറച്ചുകൂടെ നമ്മൾ റവ് ചെയ്തിട്ട് പവർ ഊറ്റി എടുക്കേണ്ടി വരും. അൺലൈക്ക് GS അതിൻ്റെ കുറച്ചുകൂടെ ബോട്ടം ആൻഡ് ടോർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ 390 എനിക്ക് ആ ഫീൽ വന്നിട്ടുണ്ട്. ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടിയുടെ പവർ അങ്ങ് പോകുന്ന പോലെ ഫീൽ ചെയ്യും. കണ്ട, ഒട്ടും വണ്ടി പോകുന്നില്ല. വണ്ടി ഒരു അവശ്യ നിലയിലങ്ങാവും പെട്ടെന്ന്. കുറച്ചുകൂടെ ഹൈ റവിങ് എഞ്ചിനാണ്. നമ്മൾ നല്ല രീതിക്ക് റവ് ചെയ്ത് എനിക്ക് തോന്നുന്നു 3500 3000 ഓർ എബോ 3000 കണ്ട പെട്ടെന്നൊരു പുള്ള് വന്നുണ്ടോ. 3000 കേട്ടോ. 3000 കഴിയുമ്പോൾ ഒരു പുള്ളങ്ങ് വരും. അതുവരെ ഭയങ്കരമായിട്ട് ഒരു പവർ കട്ടായിട്ട് വരുന്ന പോലെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ട്രാക്ഷൻ കൺട്രോളൊക്കെ ഓണായിട്ട് വരുന്നൊരു സംഭവമില്ലേ, ആ ഒരു ഫീല് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ റൈഡ് റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. വണ്ടി ഓടിച്ചപ്പോൾ ഉള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഡീറ്റെയിൽ കമ്പാരിസണിലോട്ടാണ് നെക്സ്റ്റ് പോർഷൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ നേരത്തെ നമ്മൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ വണ്ടിയുടെ കാറ്റഗറി അറിഞ്ഞിട്ട് വേണം നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട്. ഈ രണ്ട് വണ്ടികളും വരുന്നത് അഡ്വഞ്ചർ ടൂറിംഗ് കാറ്റഗറിയിലാണ്. അതായത് അഡ്വഞ്ചർ ടൂറിംഗ് കാറ്റഗറി എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഓടിച്ചൊന്നും കൂടെ പറഞ്ഞു തരാം. നമുക്ക് ലോങ് ടൂറിങ്ങും അതുപോലെ മോഡറേറ്റ് ആയിട്ടുള്ള ഓഫ് റോഡിങ്ങും ചെയ്യുന്നതാണ് സത്യം പറഞ്ഞാൽ അഡ്വഞ്ചർ ടൂറിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന രണ്ട് വണ്ടികളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഫസ്റ്റ് ആദ്യമേ തന്നെ ഈ ഒരു ആസ്പെക്റ്റ് നോക്കുമ്പോൾ, ടൂറിംഗ് ആസ്പെക്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് ഹൈറ്റ്. ആദ്യം നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ തന്നെ ചെക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. നോർമലി സീറ്റ് ഹൈറ്റ് ആക്ച്വലി ഒരു എന്താ പറയുന്നത്, ഒരു ഫാക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമ്മുടെ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്താണ് സത്യം പറഞ്ഞാൽ നമ്മുടെ റൈഡിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. പക്ഷേ സ്റ്റിൽ ബിഗിനേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റഡ് ഫുഡ് വരുമ്പോൾ ഉള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. അപ്പോൾ സീറ്റ് ഹൈറ്റിലോട്ടാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. അതായത് വണ്ടി കയറിയിരിക്കുമ്പോൾ എങ്ങനെയാണ് കംഫർട്ട് തരുന്നുണ്ടോ അല്ലെങ്കിൽ കോൺഫിഡൻസ് തരുന്നുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം ഇപ്പോൾ GSന് ഞാൻ ഒരുപാട് ടൈംസ് പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സീറ്റ് ഹൈറ്റും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് കണ്ടോ, നമുക്ക് ടിപ്പ് ടോയാണ് ഏകദേശം വരുന്നത്. എൻ്റെ ഹൈറ്റ് 168 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ എനിക്ക് ഏകദേശം ഈ ഒരു ലെവലിലാണ് ഇത് വരുന്നത്. പിന്നെ നമ്മൾ പില്ലിയണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലാന്റഡ് ഫുഡ് കിട്ടും. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള പില്ലിയൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലാണ് വെയിറ്റ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹെഡ് കുറച്ച് ഹെവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. മീൻസ് ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ടാക്കുമ്പോൾ ഉള്ള ഒരു ഫീല് കുറച്ച് ഹാർഡായിട്ട് തോന്നും, ഒരു ഹെവി ആയിട്ട് തോന്നും. പക്ഷേ ഇവിടുത്തെ കേസിൽ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇവിടെ എന്താ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഹൈറ്റ് കുറച്ചുകൂടെ കുറവാണ്. കയറി നിന്നില്ല എന്നുണ്ടെങ്കിലും എനിക്ക് ഹൈറ്റ് കുറച്ചുകൂടെ കുറവാണ്.
കംഫർട്ടബിളായിട്ട് എനിക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും. അതേപോലെ തന്നെ എടുത്ത് സെൻറ്റർ കയറി വെക്കുന്ന സമയത്ത് നമ്മൾ ഹിമാലയൻ എന്ന് പറഞ്ഞൊരു ഹെവി മോട്ടോർ സൈക്കിളാണ്. ഓൾറെഡി എല്ലാവർക്കും അറിയാം ഹിമാലയൻ ഹെവി എന്നുള്ള രീതിയിൽ എല്ലാവരും പറയാറുണ്ട്. പക്ഷേ എടുത്ത് സ്ട്രൈറ്റ് വെക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല. അത്രയും ഹെവി ആയിട്ടുള്ളൊരു വണ്ടിയാണെന്നുള്ള രീതിയിൽ ഒരു ഫീൽ ഉണ്ടാവത്തില്ല. പ്രോപ്പറായിട്ട് കംഫർട്ടബിളായിട്ട് നമുക്ക് സ്ട്രൈറ്റ് എടുത്ത് വെക്കാൻ പറ്റുന്നതാണ്. അതേപോലെ സീറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് പ്ലാന്റഡ് ഫുട്ടാണ് വരുന്നത്, ഫുള്ളായിട്ടില്ല. ബട്ട് പില്ലിയണുകളുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും വളരെയധികം കംഫർട്ടബിളായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റും. സോ ആദ്യം നമ്മൾ ഈ ഒരു ആസ്പെക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് ഇവിടെ ഒരു കോൺഫിഡൻസ് കിട്ടും. ഫോർ എ ബിഗിനർ ആദ്യമേ വണ്ടിയിൽ കയറുന്ന സമയത്ത് കുറച്ചുകൂടെ പ്ലാനറ്റ് ഫുഡ് കിട്ടുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റും. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. സോ സീറ്റ് ഹൈറ്റ് കോൺഫിഡൻസ് തരുന്ന ആൾക്കാർക്ക്, ബിഗിനേഴ്സിന് കുറച്ചുകൂടെ കംഫർട്ടബിൾ ഹിമാലയൻ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സീറ്റിൻ്റെ കംഫർട്ടാണ്. അത് ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സീറ്റ് എത്രത്തോളം കംഫർട്ടബിൾ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിക്കുള്ള കുഷനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു സീറ്റാണ്. നമുക്ക് ലോങ് ടൂറിങ്ങിനൊക്കെ ഭയങ്കര അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് പോകാനൊക്കെ പറ്റും. അങ്ങനത്തെ ഒരു സീറ്റാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു കുഞ്ഞു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പില്ലിയൻ സീറ്റിൻ്റെ ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്കും ലോങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്ന് പറയേണ്ടി വരും. പിന്നെ ഇവിടെ ഒരു ഇങ്ങനൊരു പോർഷനും ഉണ്ടല്ലോ. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ പില്ലിയൻ അത്യാവശ്യം വലിയ ഒരാളാണെന്നുണ്ടെങ്കിൽ, സൈസുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആൾക്ക് കംഫർട്ടബിളായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഈ ഒരു നമ്മൾ ടോപ്പ് റാക്ക് വെക്കാനായിട്ടുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയായിരിക്കുന്നത്. അപ്പോൾ ഒട്ടും കംഫർട്ട് അവിടെ വരില്ല പില്ലിയൻ്റെ കേസിൽ, വലിയൊരു പില്ലിയൻ ആണെന്നുണ്ടെങ്കിൽ. ബാക്കി കുഷനിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. സസ്പെൻഷൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും കൂടെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല കംഫർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടുത്തെ കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ കേസിൻ്റെ കാര്യം പറയുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ OG ഹിമാലയൻ, നമ്മുടെ 411 ഹിമാലയൻ്റെ സീറ്റിൻ്റെ കാര്യം കൂടെ അറിയണം. അത് അത്യാവശ്യം നല്ല കുഷനിങ് ഉള്ളൊരു സീറ്റായിരുന്നു. പ്രത്യേകിച്ച് പിന്നെ അതിൻ്റെ കംഫർട്ടും കാര്യങ്ങളും എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇതിലോട്ട് വരുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് ഹാർഡാണ്. തീരെ ഹാർഡാണെന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് കുറച്ചുകൂടെ ഒന്ന് ഹാർഡാണ്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഹാർഡാണ്. ബട്ട് ഇതിൻ്റെ പില്ലിയൻ സീറ്റ് കുറച്ചുകൂടെ ലോങ് ആയിട്ടുള്ള ഒരു പില്ലിയൻ സീറ്റാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം വലിയൊരു പില്ലിയൻ ആണെന്നുണ്ടെങ്കിലും ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. ഈവൻ ലോങ് ടൂറിങ്ങിനാണെന്നുണ്ടെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ പില്ലിയൻ്റെ ഫുഡ് റെസ്റ്റ് ഇരിക്കുന്ന പൊസിഷൻ അത്യാവശ്യം ഭയങ്കര ലോവർ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. ഈവൻ ഷോർട്ട് ഗേൾസൊക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ ശ്രീഹരിക്ക് ആ വണ്ടിയിൽ കയറാൻ ഭയങ്കര പാടായിരുന്നു. അവന് എന്നെക്കാട്ടിലും കുറച്ചുകൂടെ ഹൈറ്റ് കുറവാണ്. പക്ഷേ അവന് ഈ വണ്ടിയിൽ കംഫർട്ടബിളായിട്ട് കയറാൻ പറ്റും. ചവിട്ടിയിട്ടാണെങ്കിലും അല്ലാതെ കാല് പൊക്കിയിട്ടാണെങ്കിലും ഈസി ആയിട്ട് കയറാൻ പറ്റും. അവിടുത്തെ കേസ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ എനിക്ക് കാല് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ എത്തത്തുള്ളൂ. എനിക്ക് ഫ്ലോറിൽ ടച്ച് ചെയ്യത്തില്ല കാല്. ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞാനൊരു ഇൻസിഡൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഴാൻ പോയത്. അപ്പോൾ ആ ഇൻസിഡൻറ്റിലും അവന് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല അവിടെ നിന്ന്. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഹൈറ്റ് കിടക്കുന്നതുകൊണ്ട് കയറാനാണെങ്കിലും ഇറങ്ങാനാണെങ്കിലും പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വരുന്ന പോലെ ഉണ്ട്. അപ്പോൾ ആ ഒരു കംഫർട്ടിൻ്റെ കേസിൽ ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ എനിക്കൊന്ന് ഹിമാലയൻ്റെത് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് പറയേണ്ടി വരും. ടൂറിങ്ങിൻ്റെ കാര്യത്തിൽ നെക്സ്റ്റ് നമ്മൾ വണ്ടിയിലിരിക്കുമ്പോൾ നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സസ്പെൻഷൻ. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്, സോഫ്റ്റാണ്, എക്സ്ട്രാ സോഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയണം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് റിയർ സസ്പെൻഷൻ നമ്മൾ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആണ്. പ്രീലോഡ് റീബൗണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോർമലി സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഇത് പ്രീലോഡാണ്, ഈ താഴോട്ട് പോകുന്ന പ്രീലോഡ് ആണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്നത് റീബൗണ്ട് ആയിട്ട് വേണം നമ്മൾ സിമ്പിളായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ വരുന്നുണ്ടാവും സസ്പെൻഷൻ്റെ കാര്യങ്ങളിൽ പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇത് ഞാനിപ്പോൾ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ജെൻറ്റിലായിട്ട് ഇങ്ങനെ ബൗൺസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി പ്രോപ്പറായിട്ട് ബൗൺസ് ചെയ്യുന്നുണ്ടോ, ബാലൻസ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ അത്രയ്ക്ക് കംഫർട്ടബിളാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. അതായത് ഭയങ്കരമായിട്ട് സോഫ്റ്റാണ്. സോഫ്റ്റ് സസ്പെൻഷൻ്റെ പ്രോബ്ലംസ് ഞാൻ എവിടെയൊക്കെയാണെന്ന് പറയാം. ഫ്രണ്ട് സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ടും ബാക്കും ഇത് ഒരേ സസ്പെൻഷൻ ട്രാവലാണ് കേട്ടോ. 180 mm ആണ് സസ്പെൻഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് സസ്പെൻഷനാണ് സോഫ്റ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിൽ സത്യം പറഞ്ഞാൽ ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ളൊരു സസ്പെൻഷൻ എനിക്കൊന്നും ഈ സെഗ്മെൻറ്റിൽ വേറെ ഒരു വണ്ടികളിലും പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ വളരെ അടിപൊളിയായിട്ടുള്ളൊരു സസ്പെൻഷനാണ്. ടൂറിങ്ങിന് നമുക്ക് ഭയങ്കരമായിട്ട് കംഫർട്ട് വരുന്ന ഒരു സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഹിമാലയൻ്റെ കേസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയൻ്റെ സസ്പെൻഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡർ ആണെന്ന് വെച്ചാൽ ഹാർഡർ അല്ല, സോഫ്റ്റർ ആണെന്ന് വെച്ചാൽ സോഫ്റ്റർ അല്ല, ഒരു ഏകദേശം ഒരു മിഡ് റേഞ്ചിൽ വരുന്ന ഒരു സസ്പെൻഷൻ ആണെന്ന് പറയേണ്ടി വരും. സോഫ്റ്റ് ആണെന്ന് വെച്ചാൽ സോഫ്റ്റാണ്, കംഫർട്ടബിൾ ആണ്. പക്ഷേ സോഫ്റ്റ് സസ്പെൻഷൻ ആയിട്ട് പോലും ഇതിൽ നോസ് ഡൈവിങ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ.
അതായത് ഞാൻ പറഞ്ഞല്ലോ GS നമ്മൾ ബ്രേക്ക് ഓടിക്കുന്ന സമയത്ത് ഫ്രണ്ടിലോട്ട് വണ്ടി ഇങ്ങനെ ഫുള്ളായിട്ട് മൂവ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു ഫീലില്ല. കംഫർട്ടബിളായിട്ട് നമുക്ക് ബ്രേക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കംഫർട്ടബിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതുപോലെ തന്നെയാണ് റിയർ സസ്പെൻഷനും അത്യാവശ്യം നല്ല രീതിക്കുള്ള സസ്പെൻഷനാണ്. കംഫർട്ട് നല്ല രീതിക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ലോങ് ടൂറിങ്ങിന് നമ്മൾ കംഫർട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ലോങ് ടൂറിങ്ങിൽ നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പം എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതിൽ പറ്റത്തില്ല എന്നല്ല കേട്ടോ, ഇതിലും പറ്റും. ഏകദേശം ഈ 3 വണ്ടികൾ എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ ADV 390 ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഹിമാലയൻ ആണെന്നുണ്ടെങ്കിലും GS ആണെന്നുണ്ടെങ്കിലും ലോങ് ടൂറിങ്ങിന് പറ്റിയ വണ്ടികളാണ്, അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ അതിലാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു 10 കിലോമീറ്റേഴ്സും കൂടെ നമുക്ക് പോവാം വിത്ത് കംഫർട്ട്. ഇതിലാണെങ്കിൽ നമുക്ക് ആ 10 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒന്ന് ബുദ്ധിമുട്ടി പോകേണ്ടി വരും. അത്രേ ഉള്ളൂ ഡിഫറൻസ്, വേറെ ഒന്നുമില്ല. അപ്പോൾ കംഫർട്ട് പ്ലസ് സസ്പെൻഷൻ്റെ ട്രാവലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് GS ആണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ സസ്പെൻഷൻ്റെ കാര്യം പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയണം. കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ ADV 390യുടെ ഒരു സസ്പെൻഷൻ്റെ കാര്യം ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് പുള്ളിക്കാരെ ഷെയർ ചെയ്തു. അപ്പോൾ അതും കൂടെ എനിക്ക് ഇതിനോട്ട് ആഡ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതാണ് സത്യം പറഞ്ഞാൽ വേറൊരു സെപ്പറേറ്റ് ഒരു പോർഷനായിട്ട് തന്നെ ഞാനിത് ആഡ് ചെയ്യുന്നത്. ADV 390യുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സ്പോക്ക് വീൽ എഡിഷൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ഫ്രണ്ടും റിയറും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് ഫോക്സ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചിട്ട് മാറ്റാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ കോർണർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കോർണറിങ്ങിൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി കോർണർ ചെയ്യാൻ ബെറ്റർ അല്ലെന്നല്ല കേട്ടോ പറയുന്നത്. വണ്ടി അടിപൊളിയാണ്, നൈസാണ്, കോർണർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഈ വണ്ടിയിലും സെയിം കോർണർ ചെയ്യാൻ പറ്റും, കോർണർ ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല. പക്ഷേ നമ്മുടെ വണ്ടിയുടെ വെയിറ്റ്, അതായത് വണ്ടി എത്രത്തോളം വെയിറ്റിലാണ് പോകുന്നത്, എത്രത്തോളം വെയിറ്റുള്ള വണ്ടിയാണ് എന്നുള്ള കാര്യം. അതുപോലെ സോഫ്റ്റ് സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേബിൾ ആയിരിക്കത്തില്ല കോർണേഴ്സിൽ. അപ്പോൾ സസ്പെൻഷൻ സോഫ്റ്റ് ആവുന്നതോടുകൂടി നമ്മൾ കോർണറിങ്ങിൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി വീഴാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ പാനിക്കായിട്ട് അത് പ്രോപ്പറായിട്ട് നമുക്ക് കോർണറിങ് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട് ഫോർ എ ബിഗിനർ. അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വണ്ടി ഒരുപാട് ലീൻ ആംഗിളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ പേടിക്കും. കാര്യം വണ്ടി നല്ല ചരിഞ്ഞും വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ലീൻ ചെയ്തതിന് ശേഷം ആ ഒരു സ്റ്റെബിലിറ്റി, ഈ സസ്പെൻഷൻ ഇത്ര സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഈ ഒരു മൂവ്മെൻറ്റ് വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഹാൻഡിലിൽ അത് ബാലൻസ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും പറ്റത്തില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്രാഷ് ആവും, ഡെഫിനറ്റ്ലി ക്രാഷ് ആവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ADV 390യുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു സിറ്റി റൈഡ് അങ്ങനെ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോർണർ ചെയ്ത് ഇതിലിപ്പോൾ ചെയ്യാനായിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു പാത്ത്, നിങ്ങൾ ഹൈ സ്പീഡ് കോർണേഴ്സ് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ സസ്പെൻഷൻ കുറച്ചുകൂടെ സ്റ്റിഫർ സൈഡിൽ വെച്ചിട്ട് ഈസി ആയിട്ട് പോകാൻ പറ്റുന്നതാണ്. ലീൻ ആംഗിൾ അത്രയും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ഹൈ സ്പീഡിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കോർണർ ചെയ്യാൻ പറ്റും. സ്റ്റേബിൾ ആയിരിക്കും വണ്ടി കുറച്ചുകൂടെ. സോ സോഫ്റ്റ് സസ്പെൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും ബെറ്റർ ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്തത്, സസ്പെൻഷൻ്റെ കാര്യം കമ്പയർ ചെയ്ത് എന്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി രണ്ടും കാറ്റഗറി ടൂറിങ് ആയതുകൊണ്ട് തന്നെ കംഫർട്ടിനെ കൺസിഡർ ചെയ്തത് കൊണ്ട് സോഫ്റ്റ് സസ്പെൻഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വണ്ടികളുടെയും സസ്പെൻഷനും ADV 390യുടെ സസ്പെൻഷനും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ADV 390യുടെ മാക്സിമം ട്രാവൽ 177 mm വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയും കംഫർട്ട് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. അതേപോലെ സ്റ്റിഫർ സൈഡിലും അത് വെക്കാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എല്ലാം ഓൾറൗണ്ട് പർപ്പസ് ആണ് നോക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സസ്പെൻഷൻ ADV 390 ആണെന്ന് പറയേണ്ടി വരും. നെക്സ്റ്റ് ആസ്പെക്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ ലഗേജ് ക്യാരിയിങ് കപ്പാസിറ്റിയാണ്. അതായത് വണ്ടി എത്രത്തോളം സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലഗേജിന് ടൂറിങ്ങിനൊക്കെ പോകുമ്പോൾ ലഗേജിന് എത്രത്തോളം സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അപ്പോൾ GSൻ്റെ കേസിലാണെങ്കിൽ ഇവിടെ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലോട്ട് റിയർ പോർഷനിൽ ഇത്രയും പോർഷൻ നമുക്ക് ലഗേജ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. ഹിമാലയൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രോപ്പറായിട്ട്. സോ ലഗേജ് ക്യാരി ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്പേസ് രണ്ട് വണ്ടികളിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ടാങ്ക് കപ്പാസിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 11 ലിറ്റേഴ്സാണ്. 11 ലിറ്ററാണ് ഈ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഓക്കെ, പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടാങ്ക് റേഞ്ച് വെച്ചിട്ട്, ടാങ്ക് കപ്പാസിറ്റി വെച്ചിട്ട് നമുക്ക് എത്ര റേഞ്ച് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഹൈവേ റൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ 35 to 38 ആ ഒരു റേഞ്ചിൽ മൈലേജ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് എത്ര കിലോമീറ്റേഴ്സ് ആയിരിക്കും നമ്മൾ പെട്രോൾ പമ്പ് നോക്കാണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഊഹിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നോക്കുമ്പോഴത്തേക്ക്, ഇപ്പോൾ നമ്മൾ ലോങ് ടൂറിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഗ്രൂപ്പ് റൈഡൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഇതിനെക്കാട്ടിലും ഒരുവിധപ്പെട്ട ഈ റേഞ്ചിലുള്ള രണ്ട് വണ്ടികൾക്കും ഇതിനെക്കാട്ടിലും ടാങ്ക് റേഞ്ച് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വീണ്ടും ഫ്യൂവലിന് വേണ്ടിയിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. വീണ്ടും പമ്പ് കയറി ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വരും ഗ്രൂപ്പ് റൈഡൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ
ആ ഒരു കാര്യം ഇതിൻ്റെ മേജർ മൈനസ് ആയിട്ട് നമുക്ക് എടുത്ത് പറയേണ്ടി വരും. ടാങ്ക് റേഞ്ച് വളരെ കുറവാണ്, പക്ഷേ വലിയ മസ്കുലിൻ ടാങ്കൊക്കെയാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ കുറഞ്ഞത് ഒരു 15 പ്രതീക്ഷിക്കും, പക്ഷേ 11 ലിറ്ററേ ഉള്ളൂ ടാങ്ക് കപ്പാസിറ്റി. ഹിമാലയൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 17 ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. 17 ലിറ്റർ ഉണ്ട്. പിന്നെ മൈലേജിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 17 ലിറ്റർ എന്ന് പറയുന്നത് അറിയാമല്ലോ, നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതാണ്. അത്യാവശ്യം വലിയൊരു ടാങ്ക് റേഞ്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രൂപ്പ് റൈഡൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ ഈ വണ്ടിയിൽ നമ്മുടെ ഫ്യൂൽ റീഫിൽ ചെയ്യാണ്ട് ഓടിക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ പിന്നെ ഉള്ള കാര്യം എടുത്ത് പറയേണ്ടത് വെച്ചാൽ മൈലേജ് പറയുമ്പോൾ ഏകദേശം ഒരു 35, നമ്മൾ ഹൈവേ റൈഡൊക്കെ പോകുന്ന സമയത്ത് 35 റേഞ്ചിൽ നമുക്ക് മൈലേജ് കിട്ടുന്നതാണ്. അപ്പോൾ 35 എന്ന് പറയുന്നത് രണ്ടും ഏകദേശം സിമിലർ ടൈപ്പ് മൈലേജാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഓർമ്മിക്കുക, അതൊരു 310 cc ഇതൊരു 450 cc വണ്ടിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അതിനെക്കാട്ടിൽ പവർ ഫിഗേഴ്സ് ഒരുപാട് കൂടുതലുമാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഇതൊരു നല്ല മൈലേജ് ആണെന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും 35 എന്നൊക്കെ പറയുന്നത്. പിന്നെ ആവറേജ് ഈ വണ്ടിയിൽ ഫുള്ള് ഓടിച്ചതിൽ ആവറേജ് മൈലേജ് 32 ആ ഒരു റേഞ്ചിൽ മൈലേജ് കിട്ടും. അതിൽ ഏകദേശം 33 റേഞ്ചിൽ മൈലേജ്, ആവറേജ് മൈലേജ് മീറ്റർ കൺസോളിൻ്റെ ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ, 33 റേഞ്ചിൽ അതിൽ മൈലേജ് കിട്ടും. നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി പറയുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് വെച്ചാൽ നൈറ്റ് ടൈമിൽ അത്യാവശ്യം നല്ലതായിട്ട് ഈവൻ ഡിമ്മിലാണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, വണ്ടി ഓടിക്കുന്ന റണ്ണിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, നൈറ്റ് ടൈം ഓടിക്കുന്ന സമയത്ത് ഡിമ്മിലാണ് ഞാൻ മെജോറിറ്റി ടൈം ഓടിക്കാറുള്ളത്. എനിക്ക് ബ്രൈറ്റ് അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല. അത്രയ്ക്ക് നല്ലൊരു ഹെഡ്ലൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ എക്സ്ട്രീം ഇപ്പോൾ ഫോഗി ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി ഓക്സിലറി ലൈറ്റ് വെക്കേണ്ടി വരും, ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതിപ്പോൾ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നമുക്ക് വെക്കേണ്ടി വരും. ഓക്സിലറി ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് അത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും കൺസിഡർ ചെയ്യുക. സോ ബെറ്റർ ആയിട്ടുള്ള ഒരു വിസിബിലിറ്റി, ഡിമ്മും ബ്രൈറ്റും നല്ല രീതിക്ക് ഹെഡ്ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. അപ്പോൾ ഹിമാലയൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. പണ്ട് ഹാലജൻ ആയിരുന്നു, അതിൽ നിന്ന് ഇപ്പോൾ LED ഹെഡ്ലൈറ്റിലോട്ട് അപ്ഗ്രേഡ് ചെയ്തതാണ്. പക്ഷേ വിസിബിലിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡിസപ്പോയിൻറ്റിംഗ് ആണെന്ന് പറയേണ്ടി വരും. ബിക്കോസ് അതിൻ്റെ അത്ര പെർഫോമൻസ് തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും. ഇതിൻ്റെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് വെച്ചിട്ട് നമുക്കിപ്പോൾ നൈറ്റിൽ അല്ലെങ്കിൽ ഫോഗി കണ്ടീഷൻസിൽ നമ്മൾ ആലോചിക്കുക വേണ്ട, ഒരു രക്ഷയില്ല, ഒരു ചാൻസും ഇല്ല. അപ്പോൾ സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണെന്ന് പറയേണ്ടി വരും. ഈവൻ ഡിമ്മും ബ്രൈറ്റും ആണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസും കാര്യങ്ങളും തരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, രണ്ടിൻ്റെയും ഞാൻ ഹെഡ്ലൈറ്റിൻ്റെ വീഡിയോ കാര്യങ്ങൾ ഇപ്പോൾ ഇട്ടതാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ള കാര്യം മനസ്സിലാവുന്നതാണ്. സോ ഹെഡ്ലൈറ്റിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണെന്ന് എടുത്ത് പറയേണ്ടി വരും. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സിറ്റി കണ്ടീഷൻസിലുള്ള വണ്ടിയുടെ പെർഫോമൻസിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ സിറ്റി കണ്ടീഷൻസിൽ നമ്മളിപ്പോൾ ട്രാഫിക്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് മാനുവർ ചെയ്ത് പോകാനായിട്ടുള്ള ഒരു എബിലിറ്റി, അതായത് ഫ്ലിക്കബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ 2 വണ്ടി ഓടിച്ചതിൽ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഹിമാലയൻ്റെ ഒരു ഇതാണ്, കൺട്രോളാണ്. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ചാൽ ഏകദേശം 190 kgs ഉള്ള ഒരു വണ്ടി, നിയർലി 200 kgs ഉള്ളൊരു വണ്ടി ഇത്ര ഈസി ആയിട്ട് ഫ്ലിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാൽ. ഇത് ഞാൻ എൻ്റെ മൈൻഡിൽ ചിലപ്പോൾ മേ ബി ഡിഫോൾട്ടായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുകൊണ്ടാവാം മേ ബി ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒറ്റ കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന് ലോ എൻഡിൽ അത്രയും ഒരു കംഫർട്ട്, നമുക്ക് ഒരു കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ല. ബിക്കോസ് ലോ എൻഡിൽ നമുക്ക് അണ്ടർ പവർഡായിട്ട് തോന്നും. ആ സമയത്ത് ചിലപ്പോൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് വീഴാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഹെവി ആയതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി പെട്ടെന്ന് വീഴാനും ഒക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ചരിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ചരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി വെച്ചിട്ട് കിടന്നുറങ്ങുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഫ്ലിക്കബിലിറ്റി എന്ന് പറയുന്നൊരു ഫാക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയൻ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് എടുത്ത് പറയേണ്ടി വരും. സിറ്റി റൈഡിൽ നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്ന ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. ഗിയർ ഷിഫ്റ്റിംഗ് എൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പണ്ട് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വണ്ടിയിൽ ഭയങ്കരമായിട്ട് ഹാർഡായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. ഈ വണ്ടിയുടെ കേസ് ഞാൻ പറയാം, ഹാർഡായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. ADVs പൊതുവേ അങ്ങനെയാണ്. ബിക്കോസ് OG ഹിമാലയനിലും അങ്ങനെയായിരുന്നു, ഗിയർ ഷിഫ്റ്റിംഗ് കുറച്ചുകൂടെ ഹാർഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഗിയർ ബോക്സ് അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ADV ആണ് ഓടിക്കുന്നതെന്നും മറന്നു പോകും നമ്മൾ. നമ്മളിപ്പോൾ നോർമലി ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത്, ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് ഇതിൻ്റെ റിവ്യൂ പറയാനായിട്ട് ഓടിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഫുള്ള് കോൺഷ്യസ് ആയിരിക്കുമല്ലോ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഫുള്ളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റെഡി ആയിട്ടായിരിക്കും നമ്മൾ വണ്ടി ഓടിക്കുന്നത്. പക്ഷേ ഈ വണ്ടി ഓടിച്ച് തിരിച്ച് ആ ഷോറൂമിൽ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ന്യൂട്രൽ ഇടുമല്ലോ, ന്യൂട്രൽ ഇടുന്ന സമയത്താണ് ഞാൻ ആലോചിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഗിയർ ബോക്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള കാര്യം ആലോചിക്കുന്നത്. സോ അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗിയർ ബോക്സ്.
സോ നമ്മൾ ഈ വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റിംഗ് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമേ ഒരു ഇൻസിഡൻറ്റ് പറയാം. ഞാൻ വീട്ടിൽ നിന്ന സമയം, അതായത് നമ്മൾ വണ്ടി മേടിക്കുന്ന സമയമുണ്ടല്ലോ, വണ്ടി മേടിച്ച് എനിക്കൊന്ന് 1 മാസമൊക്കെ ആവുന്ന സമയമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ഈ വണ്ടി എടുത്തുകൊണ്ട് പുറത്ത് പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. ഓക്കെ ഞാൻ പോവാം, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഓക്കെ ഈ വണ്ടി എടുത്തിട്ട് പോകാം, അങ്ങനെ ഒരു സംഭവമാണ്. ഞാൻ എൻ്റെ 2 മക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്ന ആളാണ്. സോ അതല്ല ഉദ്ദേശിച്ചത്. ബട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന സമയത്ത് ഒരു സാധനം എന്തോ മേടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് വണ്ടി, സ്ലിപ്പർ എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അപ്പോൾ സ്ലിപ്പർ ഇട്ടുകൊണ്ട് നേരെ വണ്ടി എടുത്ത് പോവുകയാണ്. പോയപ്പോഴത്തേക്ക് എന്താ പ്രശ്നം പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോയ വഴിക്കാണെങ്കിൽ തിരിച്ചു വന്ന് എങ്ങനെയെങ്കിലും വീടൊന്ന് തിരിച്ചെത്തിയാൽ മതി എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ പോയത്. ബിക്കോസ് അത്രയ്ക്ക് വേദന എടുത്തിട്ടുണ്ട്. ഞാനിത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. നിങ്ങൾ ഒരു സ്ലിപ്പർ ഇട്ടിട്ടാണ് ഈ വണ്ടി ഓടിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ ഇടുന്ന ചെരുപ്പ് വല്ലതും ഇട്ടിട്ടാണ് ഈ വണ്ടി ഓടിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഗിയർ എന്ന് പറയുന്നത് നിങ്ങൾ പണിവെട്ട് നല്ല രീതിക്ക് എന്താ സൗണ്ടൊക്കെ ഉണ്ട്. ഈ ഒരു സൗണ്ട് കട്ടപ്പട്ടാ സൗണ്ട് കേൾക്കും, കട്ടക്ക എന്നും പറഞ്ഞ് ആ ഒരു സൗണ്ട്. അത് റൈഡിലാണെങ്കിലും നിങ്ങൾ നല്ല രീതിക്ക് ഫീൽ ചെയ്യും. ഓരോ ഗിയർ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നത് നല്ല രീതിക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഹിമാലയൻ്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഭയങ്കര സ്മൂത്താണ്. അത് ADVs എല്ലാം അങ്ങനെയാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരുന്നു ഞാൻ ഇരുന്നത് ഈ വണ്ടി ഓടിക്കുന്നവരെ. സോ അതെടുത്ത് പറയേണ്ടി വരും. പിന്നെ ബ്രേക്കിംഗ് ഒബ്വിയസ്ലി ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇതിൻ്റെ ബ്രേക്കിംഗ് ആക്ച്വലി നൈസാണ്, അടിപൊളിയാണ്. പക്ഷേ നോസ് ഡൈവിംഗ് ഉണ്ട്. അത് ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഡേഞ്ചറസ് ആവാൻ ചാൻസ് ഉണ്ട്. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബാലൻസ് പോയിട്ട് വീഴാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് സ്റ്റാർട്ടിങ് ടൈമിൽ. സോ ക്ലോസ് എൻകൗണ്ടേഴ്സ് വരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വീഴും. സോ ഗിയർ ഷിഫ്റ്റിംഗ് സർപ്രൈസിംഗ്ലി ബ്യൂട്ടിഫുൾ, അടിപൊളി എന്ന് പറയേണ്ടി വരും. സോ അടിപൊളിയാണ് ഗിയർ ഷിഫ്റ്റിംഗ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് വണ്ടിയുടെ ബ്രേക്കിംഗ് പെർഫോമൻസിനെ കുറിച്ചിട്ടാണ്. ഈ വണ്ടിയുടെ ബ്രേക്കിംഗ് ആക്ച്വലി ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, GS എൻ്റെ വണ്ടി ഓടിക്കുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ ബ്രേക്കിംഗ് ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കംഫർട്ടബിളാണ്, അടിപൊളിയായിട്ടുള്ളൊരു പെർഫോമൻസാണ് തരുന്നത്. ഈവൻ ഇതിൻ്റെയും സോഫ്റ്റ്വെയർ സൈഡിലാണ് സസ്പെൻഷൻ വരുന്നത്. ബട്ട് ഇതിൻ്റെ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് അന്യായ ബ്രേക്കിംഗ് ആണ്, ഒരു രക്ഷയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ഇത്രയും ഞാൻ 100-ൽ പോയ സമയത്താണ് ഇത് ബ്രേക്ക് ടെസ്റ്റ് നടത്തുന്നത്. എനിക്ക് ഒട്ടും ഡിസ്കംഫേർട്ട് ഉണ്ടാക്കാത്ത രീതിയിലാണ് സത്യം പറഞ്ഞാൽ ആ ഒരു വണ്ടി സ്പീഡ് കുറച്ച് ആ ഒരു ലെവലിലോട്ട് വന്നത്, 60-50 റേഞ്ചിലോട്ട് വന്നത്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ സർപ്രൈസിംഗ്ലി ബ്യൂട്ടിഫുൾ എന്ന് വേണമെങ്കിൽ എടുത്ത് വീണ്ടും പറയേണ്ടി വരും. അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് വണ്ടി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും. സോ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിലും റിയർ ആണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്കിംഗ് സിസ്റ്റം വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പവറുള്ളൊരു വണ്ടി വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇത്രയും നല്ലൊരു ബ്രേക്കിംഗ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. ADV 390 എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ബിക്കോസ് അതിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്തുള്ളൊരു കോൺഫിഡൻസ് ചെറുതായിട്ട് മിസ്സിങ് ആയിരുന്നു. പക്ഷേ ഈ വണ്ടിയുടെ കേസിൽ ബ്രേക്കിംഗ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കുന്ന അടുത്ത വണ്ടി നിർത്തും. ഈവൻ ഫസ്റ്റ് ടൈം നമ്മൾ ഓടിക്കുന്നതാണെങ്കിലും ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ് ബ്രേക്കിംഗ്. സോ നെക്സ്റ്റ് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളൊരു വണ്ടി മേടിക്കുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുന്നൊരു കാര്യമാണ് ഹീറ്റിംഗ് ഇഷ്യൂ. ഹീറ്റിംഗ് ഇഷ്യൂവിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമേ തന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്ന സമയത്ത് ഞാൻ ഫുൾ ഓടിച്ചത് അങ്ങനെ എക്സ്ട്രീം ട്രാഫിക് കണ്ടീഷൻസിലൊന്നും അല്ല ആദ്യം ഓടിച്ചത്. ഹൈവേ ആയിരുന്നു, ഏകദേശം നമ്മുടെ കഴക്കൂട്ടം ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ ഓടിച്ചത്. അപ്പോൾ ആ സമയത്ത് തന്നെ വണ്ടിയിൽ വിസിബിൾ ആയിട്ടുള്ള ഹീറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിക്ക്. അപ്പോൾ ഞെട്ടിപ്പോയൊരു കാര്യം അതായിരുന്നു. ബിക്കോസ് എൻ്റെ വണ്ടിയിൽ ഞാൻ ഈവൻ എറണാകുളത്ത് പോകുന്ന സമയത്തും തൃശ്ശൂർ പോയ സമയത്ത് ബാൻഡഡോസിൽ പോയ സമയത്തും എനിക്ക് ആ ഹൈവേയിൽ ഒരു സ്ഥലത്ത് വെച്ച് ഒരു പോയിന്റിൽ വെച്ചിട്ട് പോലും വണ്ടിയിൽ നിന്നൊരു ഹീറ്റ് ഇഷ്യൂ ഉണ്ടായിട്ടില്ല. പക്ഷേ സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത് ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് ഹീറ്റിംഗ് ഇഷ്യൂ വരാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആലോചിച്ച ആ ഒരു കാര്യമാണ്, അതായത് ഈവൻ ഹൈവേ കണ്ടീഷൻസിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ എക്സ്ട്രീം സിറ്റി കണ്ടീഷൻസിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഹീറ്റിംഗ് ഇഷ്യൂവിൻ്റെ കാര്യം പറയുമ്പോൾ പക്ഷേ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന ടൈപ്പ് ഹീറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. പക്ഷേ നല്ല രീതിക്ക് ചൂടടിക്കും. ഇപ്പോൾ നിങ്ങൾ ഷോർട്ട്സൊക്കെ ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് കാലിലോട്ട് ചൂടടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് നമ്മുടെ കാല് ഇവിടെ വെക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ക്ലോസ് ആണ് ഇതുമായിട്ട് എൻജിൻ സൈഡുമായിട്ട്. അപ്പോൾ നല്ല ഹീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ഫീറ്റിൻ്റെ ഈ ഒരു സ്ഥലത്തോട്ട് ഹീറ്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹീറ്റ് വരണം. എനിക്കിവിടെയാണ് സത്യം പറഞ്ഞാൽ ഹീറ്റ് അടിച്ചത്, അതും ഹൈവേ കണ്ടീഷൻസിൽ. സോ എൻജിൻ പൊസിഷൻ കുറച്ചുകൂടെ താഴെ ആയിട്ടും ഇങ്ങനെ ഹീറ്റ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട് വണ്ടിക്ക്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിയുടെ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും ഞാൻ കണ്ടപ്പോഴത്തേക്ക് എല്ലാത്തിലും കോമൺ ആയിട്ട് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ഈ വണ്ടി ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടി അല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എനിക്ക് അതിൽ നിന്ന് ചെറിയൊരു എതിരഭിപ്രായമുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യമേ പറയാം. ഞാൻ ഓടിച്ചത് വെച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബൈക്ക് തന്നെയാണ്. നിങ്ങളിപ്പോൾ ഒരു 198 kgs ഉണ്ട് വണ്ടിക്ക്, ഭയങ്കര ഹെവിയാണ് വണ്ടി എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഞെട്ടിക്കും. ബിക്കോസ് ഈ വണ്ടി എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത സമയത്താണെന്നുണ്ടെങ്കിൽ
ആണെന്നുണ്ടെങ്കിലും അത്ര ഹെവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും ഒക്കെ പറ്റും. പക്ഷേ എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ കുഞ്ഞു വണ്ടികൾ, ഇപ്പോൾ സ്കൂട്ടിയിൽ നിന്നൊക്കെയാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പവർ കുറഞ്ഞ ബൈക്കുകളിൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്ലാന്റഡ് ഫുട്ട് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ഫോർ എ ബിഗിനർ. നമ്മൾ ആദ്യമായിട്ട് വണ്ടി വലിയൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് പ്ലാന്റഡ് ഫുട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈവൻ ഒരു വീഴാനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാലുകുത്തി നിൽക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് ജനറലി എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പ്ലാനറ്റ് ഫുട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വണ്ടി ഫോർ എ ബിഗിനർ, ഞാൻ ഈ നേരത്തെ ഇപ്പോൾ ഗിയർലെസ്സിൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈസി ആയിട്ട് ഈ വണ്ടിയിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. പിന്നെ സൂക്ഷിച്ച് ഓടിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ബിക്കോസ് നമ്മൾ പഴയ OG ഹിമാലയൻ്റെ പോലെ അല്ല, ഇത് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണെന്ന് പറയേണ്ടി വരും. കൂടുതൽ പവറും കാര്യങ്ങളും ടോർക്കും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയാണ്. ഒരു ADV 390 പോലെ തന്നെ. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം, എൻ്റെ സെഗ്മെൻറ്റിൽ പറയാം. അപ്പോൾ അത്രയ്ക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അത്രയും പവർ വരുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സോ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബൈക്കാണോ എന്ന് ചോദിച്ചാൽ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബൈക്ക് തന്നെയാണ്. ഓൺ റോഡ് കണ്ടീഷൻസിൽ, ഓഫ് റോഡ് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഓടിക്കുന്നതാണ് ബെറ്റർ. സോ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് സിറ്റി കണ്ടീഷൻസിൽ ഈ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ ഫ്ലിക്കബിൾ ആണ്, ലോങ് ആയതുകൊണ്ട് സിറ്റി കണ്ടീഷൻസിൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കുന്നു ഫോർ എ ബിഗിനർ. പക്ഷേ ടൂറിംഗ് ഒക്കെ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഒരു ബിഗിനർ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വണ്ടി എടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല, എവിടെയാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ വണ്ടിയിൽ നോസ് ഡൈവിംഗ് ഉണ്ട്. സഡനായിട്ട് നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് വണ്ടി ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടൊക്കെ മൂവ് ചെയ്യും. ഇതിലെന്താ സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രേക്കിംഗ് നല്ല അടിപൊളി ആയതുകൊണ്ട് ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെയിറ്റ്, വണ്ടി ചെറുതായിട്ടൊന്ന് ചരിഞ്ഞാൽ മതി, നമ്മുടെ ഇതിൻ്റെ വെയിറ്റ് ഫുള്ള് ഒരു സൈഡിലോട്ട് അങ്ങ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ അത്രയ്ക്ക് നല്ല രീതിക്കുള്ള ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നോക്കണ്ട. ഇനി ഈവൻ സ്ട്രെങ്ത് ഉള്ള ആളാണെന്നുണ്ടെങ്കിലും ഒരു പർട്ടിക്കുലർ ആംഗിളിന് മുകളിൽ വണ്ടി ചരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, നല്ല പണിയാണ്. ഈ പില്യണുകളുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ റോഡിൽ വേറെ ഒരു ഇതുമില്ല, കറക്റ്റായിട്ട് നമ്മൾ ചരിഞ്ഞ് വീഴും. ഓഫ് റോഡ് കണ്ടീഷൻസിൽ ഞാൻ അതാ പറഞ്ഞത്, ഇത് ഒരിക്കലും ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വണ്ടിയാണെന്ന് ഞാൻ പറയത്തില്ല, ഓഫ് റോഡ് കണ്ടീഷൻസിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഓഫ് റോഡ് കണ്ടീഷൻസിൽ വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈസി ആയിട്ട് ഡയറക്ഷൻ സ്വിച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ പെട്ടെന്ന് വീഴാൻ പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ചാൻസും ഇല്ല. വണ്ടി വീണ് കഴിഞ്ഞാൽ വീണതാണ്, വേറെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്ക് പറ്റിയ ഓഫ് റോഡ് വണ്ടിയും ഓൺ റോഡ് കണ്ടീഷൻസിൽ നിങ്ങൾ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ്, സൂക്ഷിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് പോകാൻ പറ്റുന്നൊരു വണ്ടിയാണ്. സോ ബിഗിനർ ഫ്രണ്ട്ലി അല്ല എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. ബിഗിനർ ഫ്രണ്ട്ലി ആണ്. റെസ്പോൺസിബിലിറ്റി ഓഫ് എ റൈഡർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് നമ്മൾ അഡ്വഞ്ചർ പോർഷൻ അല്ലെങ്കിൽ അഡ്വഞ്ചർ ആസ്പെക്ട്സ് കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഡറേറ്റ് ഓഫ് റോഡിങ്ങിനാണ് വണ്ടികൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. പക്ഷേ ഈ വണ്ടിയിൽ കുറച്ചുകൂടെ നമുക്ക് ഹാർഡ് കോർ അഡ്വഞ്ചേഴ്സ് എക്സ്പ്ലോർ ചെയ്യാം, ബിക്കോസ് സ്പോക്ക് വീൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, OG ഹിമാലയനെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടി വരും, 411. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് യുണീക്കായിട്ടൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതായത് എന്താ പറയുന്നത്, ഒരു ബോട്ടം എൻഡിൽ നമുക്ക് ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിക്കുള്ള ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ടോർക്ക് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റിംഗ് പവറാണ്, നമ്മുടെ വീലിനെ ട്വിസ്റ്റ് ചെയ്ത് മൂവ് ചെയ്യിക്കാനുള്ള ആ ഒരു പവറിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ വണ്ടിയിൽ ഇല്ല, സത്യം പറഞ്ഞാൽ ഭയങ്കര കുറവാണ് ലോ എൻഡിൽ. അതായത് നമ്മൾ ഹൈ റവിങ് എഞ്ചിനാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിക്ക് ത്രോട്ടിൽ കൊടുത്താലേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ടോർക്കും പവറും ഈ വണ്ടിയിലേക്ക് വരത്തുള്ളൂ, വീലിലോട്ട് വരത്തുള്ളൂ. സോ അതുകൊണ്ട് ബോട്ടം ആൻഡ് ടോർക്ക് എനിക്കിത് പറയുന്നതുകൊണ്ട് തന്നെ ശരിക്കും വിഷമമുണ്ട്. ബിക്കോസ് ഹിമാലയൻ്റെ ആക്ച്വലി ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് അതിൻ്റെ ക്യാരക്ടർ യുണീക്കായിരുന്നു, ഈ ഒരു ബോട്ടം ആൻഡ് ടോർക്ക് ഉള്ളതുകൊണ്ട്. ആ സെഗ്മെൻറ്റിൽ തന്നെ വേറൊരു വണ്ടികൾക്കും അത്രയും ബോട്ടം ആൻഡ് ടോർക്ക് ഇല്ലായിരുന്നു. പക്ഷേ ഈ വണ്ടിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സെഗ്മെൻറ്റിൽ ബോട്ടം ആൻഡ് ടോർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് ഈ വണ്ടിക്കാണെന്ന് പറയേണ്ടി വരും. പിന്നെ രണ്ടാമത് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ കാര്യമാണ്. ഈ വണ്ടിക്ക് ഭയങ്കര ലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഹിമാലയന് കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഓൺ റോഡ് പെർഫോമൻസ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു കോർണറിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്പീഡിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും, സ്റ്റെബിലിറ്റിയുടെ കേസ് ആണെങ്കിലും, വെയിറ്റും അതുപോലെ കോർണറിങ്ങിൻ്റെ കേസും കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് വരും. പക്ഷേ ഓഫ് റോഡ് കണ്ടീഷൻസിൽ വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഒബ്വിയസ്ലി സ്കില്ല് മാറ്റർ ചെയ്യുന്നുണ്ട് അവിടെ. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമ്മളെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ, GSൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വളരെ കുറവായതുകൊണ്ട്
ഈസി ആയിട്ട് നമുക്ക് ഒരു തടസ്സം വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കല്ലോ എന്തെങ്കിലും തിട്ടയിലോ എന്തെങ്കിലും കയറുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഫ്ലിക്ക് ചെയ്യാനുള്ളൊരു എബിലിറ്റി കൂടുതൽ പ്രൊവൈഡ് ചെയ്യും വണ്ടിയായിട്ട് തന്നെ. ഇതിലെന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ തടസ്സങ്ങൾ വരുന്ന സമയത്ത് വണ്ടിയുടെ വെയിറ്റ് നമുക്ക് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുകയും ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് വരികയും നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും വണ്ടിയുടെ വെയിറ്റ് കാരണം സൈഡിലോട്ട് ചരിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഗ്രൗണ്ടിലോട്ട് നിലം പതിക്കുകയും ചെയ്യും. സോ അതുകൊണ്ട് ഈ ഒരു ഓഫ് റോഡിങ് കണ്ടീഷൻസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ, അതായത് ബോട്ടം ആൻഡ് ടോർക്ക് നോക്കിക്കഴിഞ്ഞാലും അതേപോലെ വണ്ടിയുടെ വെയിറ്റ് ഒരു ഇതായിട്ട്. പക്ഷേ വെയിറ്റ് ആക്ച്വലി ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടുള്ളൊരു ഓഫ് റോഡർ വണ്ടികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡെസേർട്ട് എക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആഫ്രിക്ക ട്വൻ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിനൊക്കെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള വണ്ടികളാണ്, അത്യാവശ്യം ഭയങ്കരമായിട്ടുള്ള വെയിറ്റ് ഉള്ള വണ്ടികളാണ്. പക്ഷേ അതൊക്കെ ഓഫ് റോഡ് കണ്ടീഷൻസിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു സസ്പെൻഷൻ ആണെങ്കിലും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് കൺസിഡർ ചെയ്താണ് ഈ വണ്ടികളൊക്കെ കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്, ഞാൻ വെയിറ്റ് ഒരു ഇതായിട്ട് പറയുന്നതല്ല, പക്ഷേ ഓഫ് റോഡ് കണ്ടീഷൻസിൽ ഇത് ഡിസൈൻ ചെയ്തേക്കുന്ന രീതി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ഫീൽ ചെയ്യാനും അത് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. ഒരു കാര്യം എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പോക്ക് വീലും അതുപോലെ അലോയ് വീലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. അതെങ്ങനെയാണ് നമ്മൾ ഓഫ് റോഡിങ് കണ്ടീഷൻസിൽ ഓടിക്കുമ്പം എവിടെയാണ് എന്താണ് വേണ്ടതെന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓടിച്ച് ഒന്ന് മെൻഷൻ ചെയ്യാം. അതായത് നമ്മൾ അലോയ് വീൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹാർഡ് കോർ ഓഫ് റോഡിങ് ചെയ്യുന്ന സമയത്ത്, ഹാർഡ് കോർ ഓഫ് റോഡിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മലയും കുന്നും കല്ലുകളൊക്കെ ഉള്ള ഒരു പാത നമ്മൾ കവർ ചെയ്യുന്ന സമയത്ത് എന്താ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അലോയ് ഒരു റിജിഡ് ആയിട്ടുള്ള സ്റ്റിഫായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും ഒരു ഹാർഡ് കോർ ഓഫ് റോഡിങ് ചെയ്യുന്ന സമയത്ത് അലോയിൽ ബെൻഡ് വരാനും പൊട്ടിപ്പോകാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ സ്പോക്ക് വീലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹാർഡ് കോർ ഓഫ് റോഡിങ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അത്രയും ലോഡ് അല്ലെങ്കിൽ അത്രയും ടെൻഷൻ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്പോക്ക് വീൽസ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഹാർഡ് കോർ ഓഫ് റോഡിങ്ങിന് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ സ്പോക്ക് വീൽസ് ആണ്. പക്ഷേ GS310 ഡിസൈൻ ചെയ്തേക്കുന്ന ഹാർഡ് കോർ ഓഫ് റോഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മോഡറേറ്റ് ഓഫ് റോഡിങ്ങും അതുപോലെ അഡ്വഞ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അവർ ആ ഒരു അലോയ് വീൽ കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് അതിനെ ഒന്നും പറയാൻ പറ്റത്തില്ല, ബിക്കോസ് അത് ഡിസൈൻ ചെയ്തേക്കുന്ന ആ രീതിക്കാണ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഇവർ സ്പോക്ക് വീൽസ് കൊടുത്തിട്ടുണ്ട്, അത് ആക്ച്വലി ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ട്യൂബ്ലെസ് ആയിട്ടുള്ള ഒരു റിം കൊടുത്തിട്ടില്ല. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക, നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. ഉറപ്പായിട്ടും ട്യൂബ്ലെസ് ആയിട്ടുള്ള ഒരു ടയർ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. പ്രത്യേകിച്ച് ഇത്രയും എമൗണ്ട് 4 lakh നിയർലി 4 lakh നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് വണ്ടി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ബേസിക് റിക്വയർമെൻറ്റ് എന്നുള്ള രീതിയിൽ എന്തായാലും ഒരു ഫീച്ചർ കൊടുക്കുന്നു. അപ്പോൾ അത് ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ കൊടുക്കണം എന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്പോക്ക് വീൽസ് ഇതാണ്. പിന്നെ ഒരു അപ്ഗ്രേഡ് വരുന്നുണ്ട് കേട്ടോ, അതിൽ ഒരു അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഇതുവരെ വന്നിട്ടില്ല, ഉടനെ വരും എന്ന് റോയൽ എൻഫീൽഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ അത് പറയാം. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് സ്പോക്ക് വീൽസ് കൊടുത്തിട്ടുണ്ട്, ബട്ട് ട്യൂബ്ലെസ് അല്ല. ആ ഒരു കാര്യം എടുത്ത് പറയേണ്ടി വരും. ഓഫ് റോഡിങ്ങിന് നമ്മൾ നെക്സ്റ്റ് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാഡ്ലിംഗ് എബിലിറ്റിയാണ് വണ്ടിയുടെ. അതായത് നമ്മൾ നിന്നിട്ട് വണ്ടി ഓടിക്കുമ്പോൾ എത്രത്തോളം കംഫർട്ടബിൾ ആണെന്നുള്ളൊരു കാര്യമാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഹിമാലയൻ്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കയറുന്ന സമയത്ത്, ഇപ്പോൾ ഞാനൊരു ഷോർട്ട് റൈഡറാണ്, എനിക്ക് ഏകദേശം ഒരു 168 സെൻറ്റിമീറ്റേഴ്സാണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെറുതായിട്ട് സ്ലൈറ്റായിട്ട് ഒരു ചെറിയൊരു ബെൻഡ് കൊടുത്തിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എൻ്റെ പോസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ അഗ്രസീവ് ആയിട്ടുള്ളൊരു പോസ്റ്ററാണ്. അതായത് ഞാൻ ഫ്രണ്ടിലോട്ടാണ് നിൽക്കുന്നത്. അത് നമ്മൾ ഡേർട്ട് ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ ഉള്ള പോസ്റ്റർ ഇല്ലേ, അതായത് സ്പീഡിൽ നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്തുള്ള അഗ്രസീവ് ആയിട്ടുള്ള, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും അതുപോലെ നല്ല രീതിക്ക് ഒരു അഡ്വഞ്ചർ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിക്കുള്ളൊരു പോസ്റ്ററാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ADV 390 ഏകദേശം സിമിലർ പോസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് ഗ്രിപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫ്രണ്ടിലോട്ടൊന്ന് അഗ്രസീവായിട്ട് നിന്നിട്ട് വേണം വണ്ടി സാഡിൽ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഓഫ് റോഡിങ്ങിനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഒരു കുറച്ചുകൂടെ കംഫർട്ട് നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു റൈഡിങ് പോസ്റ്റർ അല്ല, കുറച്ചുകൂടെ അഗ്രസീവായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു റൈഡിങ് പോസ്റ്റർ ആണെന്ന് എടുത്ത് പറയേണ്ടി വരും. ഹാൻഡ്ലിംഗ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പ്ലേസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഹാൻഡിലിൻ്റെ പ്ലേസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ആ ഒരു രീതിക്കാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇനി GSൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി ADV 390 വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇതിൽ ഹാൻഡിൽ ബാർ റൈസർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കുണ്ടോ പ്രോപ്പറായിട്ട് ടാങ്കിൻ്റെ അടുത്ത് എൻ്റെ കാല് വരും. അവിടെയാണെങ്കിൽ കുറച്ചുകൂടെ ബാക്കിലോട്ടാണ് വരുന്നത്, പക്ഷേ കാല് ഇങ്ങനെ നിൽക്കേണ്ടി വരും, ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരും. അതായത് കുറച്ചുകൂടെ അഗ്രസീവ് ആയിട്ടുള്ളൊരു പോസ്റ്ററാണ് അവിടെ. ഇവിടെ വരുമ്പോഴത്തേക്ക് അപ്രൈറ്റ് ആയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റും, അതായത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റും. ഇപ്പോൾ കുറേ നേരം നമ്മൾ ഈവൻ അഗ്രസീവായിട്ട് ഓടിച്ചു കഴിഞ്ഞാലും വലിയൊരു ലോങ് റൈഡ് ആണെന്നുണ്ടെങ്കിൽ, ഓഫ് റോഡ് റൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് ഇതിലിങ്ങനെ നിന്നിട്ട് ഓടിക്കാൻ പറ്റും.
അഗ്രസീവ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ബെൻഡ് ചെയ്താൽ മതി. പക്ഷേ പോസ്റ്റർ വൈസ് അത് കറക്റ്റായിട്ട് വരണമെന്നില്ല. കാല് മടക്കി കുറച്ചുകൂടെ കയറി നിന്ന് ഓടിക്കേണ്ടി വരും. പക്ഷേ നോർമൽ പോസ്റ്റർ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, സാഡ്ലിംഗ് പോസ്റ്റർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇപ്പോൾ ഒരു ഷോർട്ട് റൈഡറെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ഇപ്പോൾ ഒരു ഹൈറ്റ് കൂടിയ ഒരാളാണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ബാറിൽ കൈയെത്തും. ഇവിടെയാണ് OG ഹിമാലയൻ്റെ ഡിസൈൻ നമ്മൾ പറയേണ്ടത്. അതായത് 411 ഡിസൈനിൽ ആക്ച്വലി ഹാൻഡിൽ ബാർ കുറച്ചുകൂടെ ഉയർന്നായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ അത് ഏകദേശം ഇതിൻ്റെ സിമിലർ റൈഡിങ് പോസ്റ്റർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ അപ്ഗ്രേഡിൽ കുറച്ചുകൂടെ താഴ്ത്തിയിട്ടുണ്ട് ഹാൻഡിലിൻ്റെ പൊസിഷൻ. അപ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ അഗ്രസീവായി, ADV 390 പോലത്തെ കുറച്ചുകൂടെ അഗ്രസീവ് ആയിട്ടുള്ളൊരു ഒരു മോട്ടറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് സാഡ്ലിങ്ങിൽ എടുത്ത് പറയേണ്ടത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും കേട്ടോ. നിങ്ങളിപ്പോൾ അഗ്രസീവായിട്ട് ഓഫ് റോഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ പോസ്റ്റർ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ കംഫർട്ടും കാര്യങ്ങളും ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റർ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യമേ പറയാനുള്ളത് ഈ ഒരു TFT സ്ക്രീനിനെ കുറിച്ചിട്ടാണ്. റോയൽ എൻഫീൽഡ് പുതിയ ഹിമാലയനിൽ ഒരു TFT സ്ക്രീൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാ വിധത്തിലുള്ള ഡീറ്റെയിൽസും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഗിയർ പൊസിഷനിങ് ആണെങ്കിലും, ടൈം ആണെന്നുണ്ടെങ്കിലും, അതുപോലെ ട്രിപ്പ് മീറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും, ട്രിപ്പ് മീറ്റേഴ്സിൽ വരുന്ന എക്കണോമി ആണെന്നുണ്ടെങ്കിലും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ ടെമ്പറേച്ചറും കാര്യങ്ങളും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഒരു TFT സ്ക്രീൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ മാപ്പ് നമുക്ക് ഫോൺ മിറർ ചെയ്ത് മാപ്പ് യൂസ് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് നാവിഗേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അതായത് എക്സ്റ്റേണൽ ഒരു GPS മൗണ്ട് വെക്കാതെ തന്നെ നമുക്ക് മീറ്റർ കൺസോളിൽ മാപ്പ് യൂസ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ഇപ്പോൾ ഫോൺ മൗണ്ട് ചെയ്യുന്ന അത്രയ്ക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരൊക്കെ അത് ഒരുപാട് വലിയൊരു ഉപയോഗമുള്ള സംഭവം തന്നെയാണ് ആ ഒരു മാപ്പ് അതിൽ അറ്റാച്ച് ചെയ്ത് വരുന്ന കാര്യം. പിന്നെ വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ മീറ്ററിലെ കേസ് പറയുമ്പോൾ തന്നെ റൈഡിങ് മോഡ്സ് ഉണ്ട് കേട്ടോ. ഈക്കോ മോഡും അതുപോലെ ഓഫ് റോഡ് നമുക്ക് ഇത് ചെയ്യാനായിട്ട് ABS ഓഫാക്കി ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വിച്ചബിളാണ്, ABS സ്വിച്ചബിളാണ്. റൈഡിങ് മോഡ്സ് വഴി നമുക്ക് പ്രോപ്പറായിട്ട് ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എക്സ്ട്രാ ഒരു സംഭവം ഉണ്ടല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ABS ഓഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പവർ സ്ലൈഡും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വളരെയധികം യൂസ്ഫുള്ളാണ് ABS ഓഫായി കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു കാര്യം പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫീച്ചറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ലിപ്പർ ക്ലച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുടെ ഒരു തെറ്റായ ധാരണയുണ്ട്. അതായത് സ്ലിപ്പർ ക്ലച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലച്ച് പിടിക്കേ വേണ്ട, ഗിയർ ഷിഫ്റ്റ് ചെയ്യാം, അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷേ അതല്ല. ആക്ച്വലി സ്ലിപ്പർ ക്ലച്ച് എന്താണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗിയറിൻ്റെ വർക്കിങ്ങിലോട്ട് ചെറുതായിട്ട് പോകേണ്ടി വരും. അതായത് നോർമൽ വണ്ടികളിൽ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമ്മളൊരു ഹൈവേയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഒരു 100 സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഫ്രണ്ടിൽ എന്തെങ്കിലും നമുക്ക് ഹെവി ആയിട്ട് ബ്രേക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ഒബ്വിയസ്ലി ഗിയർ ഡൗൺ ചെയ്യുമല്ലോ. അപ്പോൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഓരോ ഗിയറിനും നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്പീഡ് ഉണ്ടാവുമല്ലോ. ആ ഒരു നമ്മൾ പവറും സ്പീഡും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ട്. ട്രാൻസ്മിഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് അത് മാച്ച് അല്ലാത്ത ഒരു സ്പീഡിലോട്ട് പെട്ടെന്ന് അത് കയറുന്ന സമയത്ത് ഗിയർ അവിടെ പെട്ടെന്ന് എൻഗേജ്ഡ് ആവുകയും അതേപോലെ നമ്മുടെ റിയർ ടയർ, ബാക്കിലത്തെ ടയർ ലോക്കായിട്ട് വണ്ടി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടീനെ പെട്ടെന്ന് നിർത്താൻ ശ്രമിക്കുന്ന പോലത്തെ ഒരു എഫക്റ്റ് വരും. പെട്ടെന്ന് ബാക്ക് വീല് ലോക്കായിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സ്ലിപ്പർ ക്ലച്ചിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ, നമ്മളിപ്പോൾ കേബിൾ ടൈ ഒക്കെ വേണമെങ്കിൽ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. കേബിൾ ടൈയിൽ ഇങ്ങനെ യൂണി ഡയറക്ഷനിലാണ് മോഷൻ, ഒരേ ഡയറക്ഷനിൽ അല്ലേ അതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ ഗിയറും ഏകദേശം അതേപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്ലച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ ഹൈ സ്പീഡ് കണ്ടീഷൻസിൽ ഗിയർ എൻഗേജ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ കാരണം സ്പീഡ് ഗ്രാജുവലി ഈ ടയറിൻ്റെ സ്പീഡുമായിട്ട് മാച്ച് ആക്കിയിട്ട് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിങ് അവിടെ നടപ്പിലാക്കും. അതാണ് ഈ നമ്മുടെ സ്ലിപ്പർ ക്ലച്ച് എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് 2 വണ്ടികളിലും അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് എ ഗുഡ് തിങ്. നെക്സ്റ്റ് നമുക്ക് പറയേണ്ടത് റൈഡ് ബൈ വയർ ഫീച്ചറാണ്. അതായത് 2 വണ്ടിയുടെയും ത്രോട്ടിൽ റെസ്പോൺസ് അത്യാവശ്യം നൈസാണ്. പക്ഷേ വണ്ടി ഓടിച്ച സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3000 RPM എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു പുള്ള് വണ്ടിക്ക് എക്സ്ട്രാ ഇങ്ങനെ പെട്ടെന്ന് ഒരു പുള്ള് വരുന്ന പോലത്തെ ഒരു ഫീലുണ്ട്. പക്ഷേ ഇതിൽ സ്റ്റാർട്ടിങ് തൊട്ടേ ആ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ്, കിട്ടും. ലീവേഴ്സിൻ്റെ കാര്യമാണ്. GSൽ അഡ്ജസ്റ്റബിൾ ആണ് ലീവേഴ്സ്, ബ്രേക്കും അതുപോലെ ക്ലച്ചും അഡ്ജസ്റ്റബിൾ ആണ്. പക്ഷേ ഇതിൽ ഹിമാലയനിൽ അഡ്ജസ്റ്റബിൾ അല്ല ലീവേഴ്സ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ചും ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വണ്ടി നമ്മൾ മേടിക്കുന്ന സമയത്ത് നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യും. മിനിമം ഒരു റിക്വയർമെൻ്റ് ആയിട്ട് വേണമെങ്കിൽ എടുത്ത് പറയാം. അപ്പോൾ അത് മിസ്സിംഗ് ആണ് ഹിമാലയനിൽ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എൻജിൻ സ്പെക്കാണ്. 450cc അതേപോലെ 310cc. ഇവിടെ പവർ വരുന്നത് 40 PS പവറാണ്, ഇവിടെ 35 PS പവറാണ് വരുന്നത്, 34 പോയിൻറ്റ് സംതിങ്. ഇവിടെ 40 Nm ടോർക്കാണ്, ഇവിടെ 28 Nm ടോർക്കാണ്. പക്ഷേ എഫക്റ്റീവായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ലോ ആൻഡ് ടോർക്ക് ഇവിടെ ചെറുതായിട്ട് ലാക്കിംഗ് ആണ്. ഇവിടെയും ബെറ്റർ ലോ ആൻഡ് ടോർക്ക് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ
വണ്ടികളെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്. ഇവിടെ കംപ്രഷൻ റേഷ്യോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 11.5:1 ഇവിടെ 10.5:1 ആണ്. കംപ്രഷൻ റേഷ്യോ എന്താണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എഞ്ചിൻ്റെ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിലോട്ട് പോകണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്യൂവൽ ഇഞ്ചക്ഷൻ നടക്കുന്നതിന് മുന്നേ ഇരിക്കുന്ന ആ ഒരു വോളിയവും അതുപോലെ ഫ്യൂൽ ഇഞ്ചക്ഷൻ നടന്നതിന് ശേഷം കമ്പഷൻ നടക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ആ ഒരു വോളിയവും കൂടെ ഉള്ള റേഷ്യോ ആണ് സത്യം പറഞ്ഞാൽ ആക്ച്വലി കമ്പഷൻ റേഷ്യോ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ കംപ്രഷൻ റേഷ്യോ കൂടുതലായിരിക്കുന്ന വണ്ടികൾ കുറച്ചുകൂടെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. അതായത് നിങ്ങൾക്ക് തന്നെ ക്ലിയർലി വിസിബിൾ ആണ്. അതായത് ഈ രണ്ട് വണ്ടി ഇത് 450cc ആയിട്ടും ഇതിന് മൈലേജ് ഇത്രയും ബെറ്റർ ആവാൻ മെയിൻ റീസൺ അത്ര ബെറ്റർ ആയിട്ടുള്ള ഒരു കംപ്രഷൻ റേഷ്യോ ഉള്ളത് കൊണ്ടാണ് ആ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു മൈലേജും കാര്യങ്ങളും കിട്ടുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് എൻജിൻ സ്പെക്കിൽ പറയേണ്ടത്. അപ്പോൾ ക്ലിയർലി GS310 എന്ന് പറയുന്നത് അണ്ടർ പവേർഡ് ആയിട്ടുള്ള ഒരു ബൈക്കാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് റൈഡൊക്കെ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ടോപ്പ് എൻഡ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 80 ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയിട്ട് വൈബ്രേഷൻസ് വരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഹാൻഡിൽ ബാറിൽ അത്യാവശ്യം നല്ല വൈബ്രേഷൻസ് വരും. ഇപ്പോൾ ഒരു എബോവ് 90 ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൈബ്രേഷൻ വരും. സീറ്റിലും ചെറിയ വൈബ്രേഷൻസ് കാര്യങ്ങളും വരും. അപ്പോൾ കംഫർട്ടബിൾ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് നോട്ടീസ് ചെയ്യത്തില്ല ആ ഒരു കാര്യം. പക്ഷേ ഹിമാലയൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 120, 130 ഒക്കെ ഈസി ആയിട്ട് നമുക്കിതിൽ ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും. അത്ര വൈബ്രേഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ വൈബ്രേഷൻസ് ഉണ്ട്. പക്ഷേ വിസിബിൾ ആയിട്ടുള്ള വൈബ്രേഷൻ അല്ലെങ്കിൽ അനോയ് ചെയ്യുന്ന ഒരു വൈബ്രേഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് ആക്ച്വലി ഭയങ്കരമായിട്ട് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ നോർമലി അങ്ങനൊരു ജനറലി ഒരു ഇതുണ്ടല്ലോ, അതായത് റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന ഭയങ്കരമായിട്ട് വൈബ്രേറ്റിംഗ് മെഷീൻ ആണെന്നുള്ള രീതിയിൽ ഒരു സംഭവം പോർട്രേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ മാറ്റിമറിക്കുന്ന രീതിക്കുള്ളൊരു പെർഫോമൻസ് ആണ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നത്. സോ ബെറ്റർ ആയിട്ടുള്ളൊരു എൻജിൻ സ്പെക്കും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ എൻജിൻ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയൻ 450 കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് പറയേണ്ടി വരും. നെക്സ്റ്റ് സെഗ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓണറിൻ്റെ എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്യാനായിട്ടാണ് നെക്സ്റ്റ് സെഗ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വണ്ടി നമുക്ക് തന്നത് അപർണ ചേച്ചിയാണ്. സോ അപർണ ചേച്ചിയുടെ എക്സ്പീരിയൻസും അതുപോലെ അപർണ ചേച്ചിയുടെ ഡീറ്റെയിൽസ് ആളുടെ റിവ്യൂവും കാര്യങ്ങളിലോട്ടും പോവുകയാണ്. ഹായ്, സോ എൻ്റെ പേര് അപർണ. ഞാൻ കോഎക്സിസ്റ്റൻസ് പെറ്റ് ബോർഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പെറ്റ് ബോർഡിംഗ് നടത്തുകയാണ് കോവളത്ത്. ഓക്കെ, ഇതെൻ്റെ ഫസ്റ്റ് ബൈക്കാണ്. ഓക്കെ. ഇതിന് മുന്നേ ഞാൻ ഓടിച്ചിട്ടുള്ള വണ്ടി ഒരു തവണ ക്ലാസിക് 350 ഒരു 5 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. പിന്നെ പഠിക്കാനായിട്ട് ക്രക്സ് ഉണ്ടല്ലോ, അതിലാണ് ഒരു 2 തവണ ഓടിച്ച് അത് മറ്റേ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് അവിടുന്ന് പഠിച്ച. അത് കഴിഞ്ഞ് നേരെ ഞാൻ ഇതിപ്പോൾ എടുത്ത് 1 മാസം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്കിത് നിവർത്തി വെക്കാൻ പോലുള്ള ഒരു ഐ ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. അങ്ങനെ ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ വണ്ടി ഉരുട്ടിക്കൊണ്ട് വന്നത് പഠിക്കാനായിട്ട്, സെയിം സ്പോട്ടിൽ. അത് CRF എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബുണ്ട്, വിമൻ ഓൺ വീൽസ് എന്ന് പറഞ്ഞിട്ട് ഗേൾസിനെ പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ അവരുടെ ഒരു ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു, അതൊരു ദിവസം അറ്റൻഡ് ചെയ്ത്. അത് കഴിഞ്ഞ് അന്നാണ് ഹൈവേയിൽ അങ്ങനെ ഓടിച്ചത്. ആദ്യം പഠിക്കാനായിട്ട് എൻ്റെ ഫ്രണ്ടാണ് ഇവിടെ വണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് പോയത്. തിരിച്ച് ഞാൻ ഓടിച്ചിട്ട് പോയി. അതാണ് ഫസ്റ്റ് ഓടിക്കുന്നത്. അത് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, പിടിക്കുന്നതെല്ലാം. നെക്സ്റ്റ് ആയപ്പോൾ വീണ്ടും കോൺഫിഡൻസ് ഒക്കെ പോയി. അങ്ങനെ ഒരു മാസം ഇങ്ങനെ ഉരുണ്ട് പോന്നു. പിന്നെ ഇതുപോലെ അവരുടെ വേറെ റൈഡിൽ നമ്മൾ റോസ്മല പോയി. അതാണ് എൻ്റെ ഫസ്റ്റ് കുറച്ച് ലോങ് റൈഡ് എന്ന് പറയുന്നത്. അതാണെങ്കിൽ ഓഫ് റോഡും ആയിരുന്നു. 1-2 തവണയൊക്കെ വീണ്. ഇതിന്റെ ഹാൻഡിൽ ബാറൊക്കെ 1-2 തവണ മാറ്റിയിട്ടുണ്ട്. വീഴുമ്പോൾ തന്നെ ലീവേഴ്സ് ഒക്കെ പെട്ടെന്ന് ബെൻഡ് ആവും. അപ്പം അതൊക്കെ ഇപ്പൊ കുറച്ചായി വീണിട്ട്. സിറ്റിയിൽ ഓടിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല, നല്ല ഹീറ്റാവും എനിക്ക്. പിന്നെ ഹീറ്റ് ടോളറൻസ് കുറച്ച് കുറവായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യും. പോകേണ്ടി വന്ന പക്ഷെ പോവും. അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇറ്റ് മാനേജസ്. എൻ്റെ വണ്ടിക്ക് എന്താണെന്ന് പറഞ്ഞോട് അത്യാവശ്യം നല്ല മൈലേജും ഉണ്ട് സിറ്റിയിലാണെങ്കിലും. ബാക്കി എല്ലാവരും 141 ഒക്കെ പുഷ് ചെയ്ത് ഓടിക്കുമ്പോൾ ഞാൻ മാക്സിമം ഒരു 138 ഒക്കെ പോയിട്ടുള്ളൂ ഇതിനകത്ത് മാക്സിമം പോയത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെയ്യുന്നതാണ്. കാരണം ഇപ്പോഴത്തെ ഇൻ്റർസെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് ഒക്കെ അങ്ങോട്ട് പ്രോപ്പർ ആയിട്ട് വരുന്നുള്ളൂ. ഫസ്റ്റ് ടൈം ഞാൻ ഇത് വണ്ടി എടുത്ത് ഹൈവേ പോകുന്ന വഴിക്ക് ഇഞ്ചക്കലിൽ നിന്നൊരു പട്ടി കുറുവ ചാടിയായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു റെയർ മൊത്തം അപ്ലൈ ചെയ്ത് ഫസ്റ്റ്. അപ്പോൾ വണ്ടി നല്ല ബോബിൾ ചെയ്തായിരുന്നു അന്ന്. അതോടെ അപ്പം ഒന്ന് പേടിച്ചേ. പക്ഷേ അങ്ങനത്തെ മേജർ റോഡ് ക്രാഷസ് ഒന്നും ഉണ്ടായിട്ടില്ല. നിർത്തിയിട്ട വണ്ടിയാണ് ഞാൻ തള്ളിയിടുന്നത്. കാരണം ഒരു 30% ഇത് ചരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിടിക്കാൻ പറ്റൂല. താഴെ അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതിപ്പോൾ ഹാൻഡിൽ ചെയ്ത് വരണം. അല്ലെങ്കിൽ ഞാൻ പണ്ട് ചരിയുമ്പോഴേ വിടുമായിരുന്നു. ഇപ്പം ഞാൻ
മാക്സിമം താഴെ ഇടാതെ നോക്കാറുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ബട്ട് ഓഫ് റോഡ് ഇസ് സോ മച്ച് ഫൺ ഓൺ ദിസ് വൺ. എക്സ്പൾസ് ഒന്നും പോലെ അല്ല, എക്സ്പൾസ് ഞാൻ ഓടിച്ചു ഒരാണ്, ജസ്റ്റ് ഗോസ്. അത് ഭയങ്കര ഫോർഗിവിങ് ആണ്. അത് നമുക്ക് ഇത് സ്കിൽ യു ഹാവ് ടു ഐ നീഡ് ടു ബിൽഡ് സ്കിൽസ്. ഒന്നെങ്കിൽ കോയമ്പത്തൂർ ട്രാക്കിൽ ആദ്യം പോയിട്ട് ഒന്ന് റോഡൊക്കെ ഒന്ന് പ്രോപ്പർ ആക്കിയതിന് ശേഷം പിന്നെ സ്കൂൾ ഓഫ് ഡേർട്ടോ അങ്ങനെയൊക്കെ പോയിട്ട് എന്തായാലും ഐ നീഡ് ടു ട്രെയിൻ എ ലോട്ട്. ബട്ട് വേറെ ചീത്ത കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് മുന്നേ നല്ല സ്കിൽസൊക്കെ പഠിക്കാൻ പറ്റട്ടെ എന്നുള്ളതാണ്. ആൻഡ് ഐ ലവ് ദ ബൈക്ക്. മൈലേജ് വൈസ് ആണെങ്കിലും സ്പീഡാണെങ്കിലും ഓഫ് റോഡ് ആണെങ്കിലും ഒക്കെ ഇറ്റ്സ് പ്രെറ്റി സ്മൂത്ത്. കൂടെയുള്ള പ്രശ്നം കാലെത്താത്തതും എനിക്ക് പ്രശ്നമില്ല. ഐ ഓർഡേർഡ് എ ലോവേർഡ് സീറ്റ്. അത് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലും കിട്ടിയില്ല. അവസാനം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഉള്ള റോയൽ എൻഫീൽഡ് ഷോറൂമിൽ നിന്ന് അവർ അയച്ചു തന്നു. അങ്ങനെ അതൊരു 10 ഇതിപ്പോൾ 825 സെറ്റിംഗ് ഇരിക്കണേ. അത് വരുമ്പോൾ 805 വരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ കാല് പ്രോപ്പറായിട്ട് എത്തും. ഇപ്പോഴേ എത്തും, പക്ഷെ കുറച്ച് പാടാണ്. കണ്ടോ, ഇങ്ങനെ എത്തുള്ളൂ. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം റോഡിൽ ഓടിക്കുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും? എനിക്ക് മേജറായിട്ട് തോന്നിയിട്ടുള്ളത് ടേൺസ് എടുക്കുമല്ലോ നമ്മൾ, യു ടേൺസ് എടുക്കും. അത് എനിക്ക് അതെന്റെ സ്കില്ലിന്റെ കുഴപ്പമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലാതെ കർവ്സ് ഒക്കെ ഭയങ്കര ചരിച്ചെടുത്താലൊന്നും ഒരു കുഴപ്പമില്ല. നല്ല ടയർ, നല്ല ഗ്രിപ്പുണ്ട്, നല്ല ടയേഴ്സാണ്. പങ്ക്ചറൊന്നും ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വന്നിട്ടുണ്ട്. പങ്ക്ചർ വന്നാൽ കുറച്ച് പാടാണ്, ട്യൂബ്ലെസ് അല്ലാത്തത് കൊണ്ട്. അത് വരും എന്നൊക്കെ പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ആൾ വേറെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. എൻ്റെ ഒരു ഫൗണ്ടേഷൻ ഗാർഡിൻ്റെ ഒരു ബോൾട്ട് മിസ്സിംഗ് ആണ്. അത് എവിടെ പോയെന്ന് അറിയില്ല. വല്ല ഓഫ് റോഡിന് കയറിയപ്പോൾ എവിടെയെങ്കിലും പോയതായിരിക്കണം. സർവീസ് കുറച്ച് മോശമാണ്. ഞാൻ അതാണ് ചോദിക്കാൻ വന്നത്. സർവീസ് സെന്ററിൽ ഞാൻ ഈ റാറ്റ്ലിംഗ് സൗണ്ട് ഉണ്ടായിരുന്നു ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന്. ഇത് പോയതാണ് സംഭവം. അത് ഞാൻ എനിക്ക് മനസ്സിലായില്ല. എനിക്ക് സാനയുടെ ക്രാഷ് ഗാർഡ് ആയിരുന്നു എൻ്റെ. അപ്പോൾ അവർ പറഞ്ഞു ക്രാഷ് ഗാർഡിന്റെ ആണ്, അത് ബെൻഡ് ആയിട്ടുണ്ട്, മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് മാറ്റി OEM പാട്ട് വെച്ച്. എന്നിട്ടും റാറ്റ്ലിംഗ് ഉണ്ട്, ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്ത്. ഇതൊക്കെ സർവീസ് സെന്ററിൽ നടക്കുന്നത്. പിന്നെയും ഇതുപോലെ ശബ്ദമുണ്ട്. അപ്പോൾ ഓൺ റോഡ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി വഴിയിൽ നിർത്തി നോക്കുമ്പോഴാണ് നമ്മൾ ആദ്യം ഇവിടെ നിന്ന് വെച്ചിട്ട് റേഡിയേറ്റർ ഗാർഡ് ഊരിയൊക്കെ നോക്കുമ്പോൾ ശബ്ദം വീണ്ടും ഉണ്ട്. പിന്നെയാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത് ബോൾട്ട് മിസ്സിംഗ് ആണ്. അപ്പോൾ ഇത് കിടന്ന് ഇങ്ങനെ അടിക്കുന്നതാണ്, ശബ്ദമുണ്ട്. അതിപ്പോഴും ഉണ്ട്. അതിപ്പം ബോൾട്ട് ഇവിടെ ഒന്നും ഇല്ല. ഞാൻ ഇവിടെ ട്രിവാൻഡ്രം എല്ലാ സർവീസ് സെന്ററിലും വിളിച്ചു, ബോൾട്ടില്ല. ഇനി അവരത് ഓർഡർ ചെയ്ത് സാധനം വരുത്തണം. പാർട്സ് കിട്ടാനുള്ളൊരു നല്ല ഡിലേ ഉണ്ട് ഇവിടെ. പക്ഷെ മാർത്താണ്ടൊക്കെ വിളിക്കുമ്പോൾ അവരെല്ലാം ഓൾമോസ്റ്റ് പാട്ടൊക്കെ ഉണ്ട്. ഞാനൊരു ക്ലച്ച് ലിവർ ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത് 1.5 മാസം കണ്ടെടുത്തു ഒന്ന് വരാനായിട്ട്. സ്റ്റാർട്ടിങ്ങിൽ വണ്ടി എടുത്ത ആ ഒരു ഫസ്റ്റ് മന്തിൽ. വേറെന്താ, ഇനിയിപ്പോൾ സീറ്റൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ആവുമെന്ന് വിചാരിക്കണം. എവിടെയെങ്കിലും ഇങ്ങനെ ഭയങ്കര അണ്ണീവൻ ആണെങ്കിൽ എനിക്ക് അധികം നിർത്തിയെടുക്കാൻ പാടാണ്. ഞാനങ്ങ് പോകുന്നതാണ്. മിക്കവാറും സ്ഥലത്ത് ഞാനങ്ങ് പോവാറാണ്. ഓഫ് റോഡ് ആണെങ്കിലും അവനോട് ചോദിച്ചാൽ അറിയാം, ഞാൻ നിർത്താറില്ല, ഞാൻ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യാറ്. ഇപ്പോഴേ ലാസ്റ്റ് റൈഡിലൊക്കെ ഒന്ന് നിർത്തിയൊക്കെ എടുക്കാനൊക്കെ ഒന്ന് ഓഫ് റോഡൊക്കെ എടുക്കാൻ ശരിയായി വരുന്നുണ്ട്. ഇപ്പോഴാണ് ആഫ്റ്റർ ലൈക്ക് കപ്പിൾ ഓഫ് മന്ത്സ് ആണ് തള്ളിയിടാതെ ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നത്. അങ്ങനെ ഈ വെയിറ്റ് ഇച്ചിരി കുറഞ്ഞിരുന്നെങ്കിൽ, ഒരു 10 കിലോ കുറഞ്ഞിരുന്നെങ്കിൽ പൊളിയായിരുന്നു. അടിച്ചു പൊളിക്കട്ടെ, നമുക്ക് ഒരുമിച്ച് പോവാം. ജോയിൻ വൺ ഡേ. നമ്മൾ എല്ലാ വീക്കെൻഡും സാറ്റർഡേ ഓർ സൺഡേ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സാറ്റർഡേ സൺഡേ ആണ് ഞങ്ങൾക്ക് വർക്ക്, ഷൂട്ടും കാര്യങ്ങളെല്ലാം. ഡാൻസ് അങ്ങനെയൊന്നല്ല, വീക്ക് ഡേ പ്ലാൻ ചെയ്തോളൂ, നോക്കാം അല്ലേ. അതാണ് ലോങ് ഒത്തിരി പോയി കഴിയുമ്പം എനിക്ക് ബേസിക്കലി എനിക്ക് ആ ഇച്ചിരി ബലം ഞാൻ പ്രയോഗിക്കുന്നുണ്ട്. ഐ എം നോട്ട് ലൈക്ക് സ്മൂത്ത് കംപ്ലീറ്റ്ലി സംടൈംസ്. സോ പിന്നെ ഓഫ് റോഡിൽ നിന്ന് ഓടിക്കണമല്ലോ ഇത് മെയിൻലി. അത് അങ്ങോട്ട് ശരിയായി വരണേ ഉള്ളൂ. ഐ ഡു ടേക്ക് നിന്ന് ഓടിക്കാറുണ്ട്. ബട്ട് എന്നാലും ചില സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ ഐ പാനിക് ആൻഡ് സെറ്റ്.
സോ അത് കൈക്ക് നല്ല ഹിറ്റ് വരുമ്പം പെട്ടെന്ന് ടയർഡാവും. അതൊക്കെ സ്കില്ലൊക്കെ ഒന്ന് ഡെവലപ്പ് ആയി കഴിയുമ്പോഴേക്കും ഐ എം ഷുവർ ഐ വിൽ ബി ഏബിൾ ടു ലൈക്ക് പ്രോപ്പർലി എൻജോയ് ദ ബൈക്ക്. ഐ എം ലൈക്ക് jealous when all of these guys do power slides and all that. Super jealous. അപ്പം hopefully soon ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഒരു വരവിടെ. അതാണ്. ഓക്കെ ചേച്ചി, ഒരുപാട് താങ്ക്സ്. വണ്ടി ഒരിക്കലും ഞാൻ പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയും ഏതെങ്കിലും ഫ്രണ്ട്സ് വഴി എനിക്ക് ജസ്റ്റ് ഒരു ഫ്രെയിമിൽ വണ്ടി കിട്ടണം എന്നായിരുന്നു മെയിനായിട്ട്. പക്ഷേ അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ചേച്ചി ഷെയർ വരുമെന്നും. അതുപോലെ ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ആളില്ലെങ്കിലും കുഴപ്പമില്ലടാ, വണ്ടിയെങ്കിലും എത്തിച്ചാൽ മതി ഒരു എന്നൊക്കെ പറഞ്ഞ. പക്ഷേ ശരിക്കും എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിനും ഒരുപാട് താങ്ക്സ്. ഇത്രയും സഹകരിച്ച് ഇത്രയും നേരം എക്സ്പീരിയൻസ് എടുത്തല്ലോ ഒന്നുമില്ലെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ഉള്ളു, ഇത്രയൊക്കെ പറയാനുള്ളൂ. ഉറപ്പായിട്ടും എനിക്കത് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് വീഡിയോസിലും റിവ്യൂസിലും നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് തന്നെ അറിയാനുള്ള കേസാണ്. ബിഗിനർ ഫ്രണ്ട്ലി അല്ലാത്തൊരു വണ്ടിയായിട്ടാണ് ഇതിനെ പോർട്രേ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് മസ്റ്റ് ആയിട്ട് എല്ലാവരും ഫസ്റ്റ് എടുത്ത ഒരു ഫസ്റ്റ് മന്ത് ഞാൻ കരച്ചിലായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം എനിക്കിത് എടുത്ത് ഞാൻ ഷോറൂമിൽ നിന്ന് എടുത്തിട്ട് എനിക്ക് നിർത്തി വെക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഐ ഡിഡ്ന്റ് ഈവൻ നോ ഹൗ ടു ഡു ദാറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു തീർന്ന്, ഇത്രയ്ക്ക് അഹങ്കാരം വേണ്ടില്ലായിരുന്നു. അഹങ്കാരം കുറച്ച് കൂടിപ്പോയെന്ന് വിചാരിച്ചു. പക്ഷെ ആ ഒരു എനിക്ക് 2016 ഹിമാലയൻ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് നടന്നില്ല. അന്ന് എനിക്കത് വെയിറ്റ് കൂടുതലായിരുന്നു. ഇതിൽ കയറി ഇരുന്നിട്ട് ഞാൻ അതിലോട്ട് കയറി ഇരുന്നപ്പോൾ അവൻ്റെ ബൈക്ക് ശ്രീകാന്തിൻ്റെ ബൈക്ക് കയറി ഇരുന്നപ്പോൾ ഒന്നുമില്ല, ഭയങ്കര ലൈറ്റ്. Theoretically in papers they say this is 3 kgs less, but it weighs like 30 kgs more. മനസ്സിലായി. അപ്പോൾ നമ്മൾ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് സെഗ്മെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. വാട്ട് ഐ ഹാവ് ടു സേ. ഇത് എനിക്ക് തോന്നുന്നു എല്ലാ റിവ്യൂ വീഡിയോയിലും ഈ ഒരു പാർട്ട് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ലാസ്റ്റ് ഇട്ട ഞാൻ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പോർഷൻ വേണ്ടത്ര ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. നോർമൽ നമ്മൾ റിവ്യൂവിൽ ന്യൂട്രൽ പൊസിഷനിൽ നിന്നിട്ടാണ് നമ്മൾ പറയാറുള്ളത്. അതായത് ഫീച്ചേഴ്സ് ആണെങ്കിലും സ്പെസിഫിക്കേഷൻസ് ആണെങ്കിലും എല്ലാം പറയാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വ്യൂവേഴ്സാണ് സത്യം പറഞ്ഞാൽ ഡിസൈഡ് ചെയ്യേണ്ടത്, അവർക്ക് ഏതാണ് കംഫർട്ടബിൾ എന്നുള്ള രീതിയിൽ ഡിസൈഡ് ചെയ്യേണ്ടത്. പക്ഷേ എനിക്കിവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സത്യങ്ങൾ വിളിച്ച് പറയാനുണ്ട് സത്യം പറഞ്ഞാൽ. അതാണ് മെയിനായിട്ട് ഈ ഒരു സെഗ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ വണ്ടി മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ സെഗ്മെൻറ്റ് കണ്ടിരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോയൽ എൻഫീൽഡ് ഹിമാലയൻ്റെ സർവീസ് എങ്ങനെ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. സർവീസ് ആൻഡ് ക്വാളിറ്റിയുടെ കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്നതിന് 2 ദിവസം മുന്നേ ഞാൻ വിളിച്ചു, ഇവിടെ ഷോറൂമിൽ കോൺടാക്ട് ചെയ്തു, എനിക്കൊരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കണം. അപ്പോൾ ഞാൻ ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ നമ്പർ അയച്ചു തന്നിട്ട് പുള്ളിക്കാരനോട് പറഞ്ഞാൽ മതി എന്ന് ഉള്ള കാര്യത്തിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ആളുടെ നമ്പറിൽ ഞാൻ മെസ്സേജ് അയച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനെ നേരിട്ടിങ് വന്നാൽ മതി, ലൈസൻസ് മാത്രം കയ്യിൽ കരുതിയിരുന്നാൽ മതി, ഹെൽമെറ്റും കൊണ്ട് വന്നാൽ മതി, ഈസി ആയിട്ട് എപ്പോഴും വണ്ടി അവൈലബിൾ ആണ്, പിന്നെ അത്യാവശ്യം സെയിൽ നടക്കുന്ന ടൈമാണ്, ചിലപ്പോൾ തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, ബട്ട് കുഴപ്പമില്ല, എന്നാലും നമുക്ക് ഈസി ആയിട്ട് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ നാളെ വരുമെന്ന് ഞാൻ പറഞ്ഞു. നാളെ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ എത്തുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ രാവിലെ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നിട്ട് രാവിലെ ഞാൻ പുള്ളിക്കാരന് മെസ്സേജ് അയച്ചു, ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും വരുന്നതെന്നുള്ള രീതിയിൽ മെസ്സേജ് അയച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ബ്രോ വന്നാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ ഷോറൂമിൽ ചെല്ലുകയാണ്. ഉച്ച കഴിഞ്ഞ സമയത്ത് ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരനെ കണ്ടു, പരിചയപ്പെട്ടു. പുള്ളിക്കാരൻ നേരെ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് വണ്ടി എടുക്കാൻ പോയി, ചാവിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ വണ്ടി ഇഗ്നീഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പോൾ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ നിൽക്കുകയാണ്. പുള്ളിക്കാരൻ നോക്കിയിട്ട് പറഞ്ഞു അയ്യോ ബ്രോ ഫ്യൂവൽ കുറവാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ ഓടിക്കാനുള്ള കാണൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്ത് സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് കൂടുതൽ ഓടിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പുള്ളിക്കാരൻ്റെ റിവ്യൂയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എണ്ണ കുറച്ച് കുറവാണല്ലോ ബ്രോ, കുഴപ്പമില്ല, ഈ ഒരു നമ്മുടെ കഴക്കൂട്ടം മേൽപ്പാലം ഉണ്ട്, അപ്പോൾ അതുവഴി കറങ്ങി വരാൻ പറ്റുന്ന അത്രയും എണ്ണയൊക്കെ എന്തായാലും ഉണ്ടാവും, അപ്പോൾ അതുവഴി എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ നിന്ന് പോയി കഴിഞ്ഞാൽ എന്താ പറഞ്ഞു, അതാണ് പ്രശ്നം ബ്രോ, അവിടെ എവിടെയെങ്കിലും നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്, അതുകൊണ്ട് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഇഗ്നീഷനിൽ നിന്ന് അവിടെ കീ എടുത്തിട്ട് നമ്മുടെ ഫ്യൂവൽ ഇതുണ്ടല്ലോ ലിഡ് ഓപ്പൺ ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ തിരികെ 1 തവണ ചെയ്യുന്നു, 2 തവണ ചെയ്യുന്നു, 3 തവണ ചെയ്യുന്നു. പുള്ളിക്കാരൻ്റെ ശക്തി മൊത്തം എടുത്ത് ചെയ്യുന്നു, ഒരു രക്ഷയില്ല, അത് തുറക്കുന്നില്ല. അങ്ങനെ കുറേ നേരം നിന്നിട്ട് പുള്ളിക്കാരനകത്ത് പോയി വേറൊരാളെ വിളിച്ചുകൊണ്ട് വന്നു. 2 പേരും കൂടെ പഠിച്ച പണി 18 നോക്കുന്നു, ആ സാധനം തുറക്കുന്നില്ല. വണ്ടി ലോഞ്ച് ചെയ്തിട്ട് കുറച്ചാളായിട്ടേ ഉള്ളൂ ഹിമാലയൻ.
അപ്പോൾ എന്നിട്ട് ഇവർ ഈ വണ്ടി കൊണ്ട് ബ്രോ എന്തെങ്കിലും സ്റ്റക്കായിട്ടിരിക്കുന്നതായിരിക്കും ഇപ്പോൾ ശരിയാക്കാമെന്ന് പറഞ്ഞ് നേരെ കൊണ്ടുപോയിട്ട് അവിടെ സർവീസ് കൊടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് ചെയിൻ സ്പ്രേയോ എന്തൊക്കെ അടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ഇവർ നോക്കുന്നു, ഒരു രക്ഷയില്ല. ഒരു 10-15-20 മിനിറ്റ് ഞാൻ അവിടെ നിന്ന് കേട്ടോ ഈ ഒരു പ്രോസസ്സ് നടക്കാൻ. അപ്പോൾ അവസാനം പുള്ളിക്കാരൻ സർവ്വശക്തി എടുത്ത് തിരിച്ച് അങ്ങ് ഓപ്പണായി വന്ന് ഈ ലിഡ് ഇങ്ങനെ തുറന്ന സമയത്ത് തന്നെ ക്ലിയർ ആയിട്ട് എനിക്ക് കാണാമായിരുന്നു എൻ്റെ സൈഡിൽ നല്ല രീതിയിൽ ക്ലാവ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്, ഒരുവിധം ആൾക്കാർ വന്ന് ഓടിച്ച് നോക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ക്വാളിറ്റി കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് തന്നെയാണ്. അതിൻ്റെ തന്നെ ക്വാളിറ്റി കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഒരു വണ്ടി എടുക്കാൻ വരുന്ന ഒരാളുടെ കണ്ണിൽ നിന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇനി ഞാൻ വണ്ടി GS ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ പോയതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടൊന്ന് പറയാം. ഞാൻ ഇതേപോലെ തന്നെ 2 ദിവസം മുന്നേ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടാവും, അപ്പോൾ എങ്ങനെയാണ് പ്രൊസീജിയർ എന്ന് ചോദിച്ചു. അല്ല, ഒരു ഫോം ഫില്ല് ചെയ്യണം, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുവരണം, ഹെൽമെറ്റും കൊണ്ടുവരണം, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. സമയത്തിന് എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ വരും എന്നാണ് പറഞ്ഞിരുന്നത്. രാവിലെ പോകാൻ പറ്റിയില്ല, ഞാൻ വിളിച്ച് പറയാനും പറ്റിയില്ല. എന്നെ ഇങ്ങോട്ട് വിളിച്ചു, കോൾ ബാക്ക് ചെയ്തിട്ട് എന്ത് പറ്റി ബ്രോ വരുന്നില്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉച്ച കഴിഞ്ഞിട്ടാണ് എത്തുന്നത്, ഇങ്ങനെ വർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പോയി നേരെ ഷോറൂമിൽ ചെന്നു. അവിടെ വന്ന് ചെന്നപ്പോൾ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഫോമും കാര്യങ്ങളൊക്കെ തന്ന് ഒരു കാര്യങ്ങൾ ചാവിയെല്ലാം എടുത്തിട്ട് പുറത്ത് വന്നു. അപ്പോൾ വണ്ടി നോക്കിയ സമയത്ത് ഫുൾ ടാങ്കാണ് വണ്ടി. പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു എത്ര ദൂരം വേണോ ഓടിച്ച് നോക്കിക്കോ ബ്രോ, പോയിട്ട് നല്ല രീതിക്ക് ട്രാവൽ ചെയ്തിട്ടൊക്കെ വന്നാൽ മതി, ഒരു 10-20 കിലോമീറ്റർ തന്നെ ഓടിച്ചോ എന്നുള്ള രീതിയിൽ. ഞാൻ ഏകദേശം നിയർലി 20 കിലോമീറ്റേഴ്സ് ഓടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ആയിട്ട്. എൻ്റെ ഫ്രണ്ടും ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു ബ്രോ ഇനി വരെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ബ്രോയ്ക്ക് വീട്ടിൽ തന്നെ ഇപ്പോൾ വണ്ടി അവിടെ എത്തിക്കും, നമ്മുടെ ആൾക്കാർ അവിടെ കൊണ്ടുവന്ന് എത്തിക്കും, എന്നിട്ട് വീട്ടിൻ്റെ അവിടെ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാവുന്നതാണ്. സോ അത് ഇനി വരെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നും കൂടെ പറഞ്ഞു. നിങ്ങളെല്ലാവരും കമ്പയർ ചെയ്യുന്ന 2 ബ്രാൻഡ് തമ്മിലുള്ള സർവീസിൻ്റെ ഡിഫറൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ബിഹേവിയർ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഞാൻ. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ എംറ്റിയാണ് ടാങ്ക്, ഫ്യൂവൽ എംറ്റിയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നത്? അതും പറയാണ്ടുമല്ല, പ്രോപ്പറായിട്ട് ഇൻഫോം ചെയ്തിട്ടാണ് നമ്മളവിടെ ചെയ്യുന്നത്. അത് പോരാഞ്ഞിട്ട് ആ വണ്ടിയുടെ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഷോറൂമിൽ കിട്ടിയ BMW ഷോറൂമിൽ കിട്ടിയ വണ്ടി നല്ല കണ്ടീഷനിലായിരുന്നു, നല്ല വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചേക്കുന്ന വണ്ടിയാണ്. നോർമലി നമ്മൾ വണ്ടി എടുക്കുന്ന വണ്ടി പോലെ തന്നെയാണ് അവിടുത്തെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി, അത്ര അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിൽ നിന്ന് ക്ലിയർലി വിസിബിളാണ്. ബിക്കോസ് എന്തുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പേരും എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര സർവീസ് കോസ്റ്റ് അല്ലേ, കൊടുത്ത് മുടിയുമല്ലോ, ഇതിൻ്റെ പോക്കറ്റ് കീറുമല്ലോ, സർവീസ് കോസ്റ്റ് കൊടുത്ത് മുടിഞ്ഞ ഒരു പാവം എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. പക്ഷേ നിങ്ങളതിൻ്റെ ക്വാളിറ്റിയുടെ ഡിഫറൻസ് നോക്കണം. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ ഒരു എക്സാമ്പിളാണ് ഞാൻ കാണിച്ചു തന്നെ. ഇനി രണ്ടാമത്തെ കാര്യം റോയൽ എൻഫീൽഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രൊവൈഡ് ചെയ്തേക്കുന്ന എൻജിൻ ഓയിൽ, നമ്മൾ ഓരോ ഫസ്റ്റ് സർവീസ് ഇൻ്റർവെല്ലിൽ പറയാം കേട്ടോ. സർവീസ് ഇൻ്റർവെല്ലിൽ വരുന്ന ഫസ്റ്റ് 500 കിലോമീറ്റേഴ്സിൽ വരും, 5000 കിലോമീറ്റേഴ്സിൽ വരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും 5000 കിലോമീറ്റേഴ്സ് ഗ്യാപ്പിലാണ് വീണ്ടും നമ്മുടെ സർവീസ് ഇൻ്റർവെൽസ് വരുന്നത്. പക്ഷേ ഇതിലെ മെയിൻ സർവീസസിലാണ് ഈ ഓയിൽ ചേഞ്ച് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. സോറി ഗൈസ്, ആ സമയത്ത് പറഞ്ഞ സമയത്ത് തെറ്റിപ്പോയതാണ്. ആക്ച്വലി 10,000 കിലോമീറ്റേഴ്സിലാണ് റോയൽ എൻഫീൽഡ് റെക്കമെൻഡ് ചെയ്യുന്ന ഓയിൽ ചേഞ്ച് വരുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന ഓയിൽ എന്താണെന്നറിയോ? സെമി സിന്തറ്റിക് ഓയിലാണ്. ഒരു പ്രീമിയം വണ്ടി, അതായത് ഒരു എന്താ പറയുന്നത്, ഫ്ലാഗ്ഷിപ്പ് മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം റോയൽ എൻഫീൽഡിൻ്റെ. ഒരുപാട് ഫാൻ ബേസ് ഉള്ള നിയർലി 4 lakh പ്രൈസ് വരുന്ന ഒരു വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്ന എൻജിൻ ഓയിലാണ് സെമി സിന്തറ്റിക് ഓയിൽ. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓയിൽസ് മെയിനായിട്ട് 3 ടൈപ്പാണുള്ളത്: മിനറൽ ഓയിൽസ്, പ്രീമിയം മിനറൽ ഓയിൽസും, സെമി സിന്തറ്റിക്, ഫുള്ളി സിന്തറ്റിക്, 100% ഫുള്ളി സിന്തറ്റിക്, അങ്ങനെ അത്രയും കാറ്റഗറീസ് ഉണ്ട്. ഇതിൽ നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ ബൈ പ്രോഡക്റ്റ്, ക്രൂഡ് ഓയിലാണ് നമ്മൾ പിന്നെ പ്രോസസ്സ് ചെയ്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളായിട്ട് പെട്രോൾ, ഡീസൽ ഐറ്റംസ് ഒക്കെ ആയിട്ട് വരുന്നത്. അതിൻ്റെ ബൈ പ്രോഡക്റ്റാണ് ഈ മിനറൽ ഓയിൽ എന്ന് പറയുന്നത്. ഈ മിനറൽ ഓയിലാണ്, പ്രീമിയം മിനറൽ ഓയിലാണ് പണ്ടത്തെ വണ്ടികളിൽ നമ്മുടെ എഞ്ചിൻ ഓയിലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ചുകൂടെ മുന്നോട്ടായ സമയത്ത് കെമിക്കലി പ്രോസസ്സ് ചെയ്ത മിനറൽ ഓയിൽ, അതിനെയാണ് സെമി സിന്തറ്റിക് ഓയിൽ എന്ന് പറയുന്നത്. അതായത് കെമിക്കലി പ്രോസസ്ഡ് ആയിട്ടുള്ള മിനറൽ ഓയിലിൻ്റെ ഒരു 20% നമ്മൾ ആഡ് ചെയ്യും. ഈ കെമിക്കലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഓയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിസ്കോസിറ്റി അറിയാത്ത ആൾക്കാരൊക്കെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ബോർഡ് സൈഡായിട്ട് നമ്മൾ ചരിച്ച് വെച്ചേക്കാണ്, എന്നിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് വെള്ളം ഒഴിക്കുകയാണ്, ഒരു സ്ഥലത്ത് തേനും ഒഴിക്കുകയാണ്. അപ്പോൾ വെള്ളം പെട്ടെന്ന് ഒഴിച്ച് താഴെ വരും, പക്ഷേ തേൻ പതിയെ വരുള്ളൂ. ബിക്കോസ് തേനിന് കുറച്ചുകൂടെ വിസ്കോസിറ്റി കൂടുതലാണ്. അതുപോലെ ടെമ്പറേച്ചർ അഫക്റ്റ് ചെയ്യും വിസ്കോസിറ്റീനെ. അപ്പോൾ ആവശ്യത്തിനുള്ള വിസ്കോസിറ്റി പ്രൊവൈഡ് ചെയ്ത് ആ ഒരു കെമിക്കലി എഞ്ചിനീയർ ചെയ്തൊരു സാധനമാണ് സത്യം പറഞ്ഞാൽ ഈ സിന്തറ്റിക് ഓയിലെന്നും പറഞ്ഞ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന സാധനം. സെമി സിന്തറ്റിക്കിൽ 20% ആണ്
ഇതിൻ്റെ കണ്ടൻറ്റ് വരുന്നത്. അതിൻ്റെ പെർസെൻറ്റേജ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും ഫുള്ളി സിന്തറ്റിക്. 100% അല്ല. 100% ഫുള്ളി സിന്തറ്റിക്കിൽ ഫുൾ കെമിക്കലി പ്രോസസ്ഡ് ആയിട്ടുള്ള എഞ്ചിൻ ഓയിൽസാണ് നമുക്ക് വരുന്നത്. ഇതിലെവിടെയാണ് ഡിഫറൻസ് എന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചറിലുള്ള പെർഫോമൻസിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യും, എഞ്ചിൻ പെർഫോമൻസും കാര്യങ്ങളും. ഇവിടെ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡ് സെമി സിന്തറ്റിക് ഓയിൽ പ്രൊവൈഡ് ചെയ്തിട്ട് 5000 കിലോമീറ്റേഴ്സിലാണ് ഓയിൽ ചേഞ്ച് ചെയ്യാൻ പറയുന്നത്. പക്ഷേ എൻ്റെ FC-യിൽ ഞാൻ യൂസ് ചെയ്യുന്ന FC-യിൽ ഞാൻ ഫുള്ളി സിന്തറ്റിക് ഓയിൽ വെച്ചിട്ട് 3500-4000 കിലോമീറ്ററിൽ അത് ചേഞ്ച് ആകും. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എൻ്റെ 150cc വണ്ടീനെക്കാട്ടിലും 3 times ബിഗർ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഹിമാലയന് കൊടുക്കുന്നത്. ഈവൻ നിങ്ങൾ ലോങ് റൈഡ്സ് ഒക്കെ പോകുന്ന ആ വണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നതിന് അതിനാണ്. അപ്പോൾ ലോങ് റൈഡ്സ് ഒക്കെ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ എത്രത്തോളം ഹൈ ടെമ്പറേച്ചറിലായിരിക്കും വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഓയിലിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ജസ്റ്റ് ഗസ് ചെയ്യാം. സെമി സിന്തറ്റിക് ഓയിൽ ഈ ഒരു പ്രീമിയം വണ്ടിയിൽ കൊടുക്കുന്നതിനോട് എനിക്ക് പൊതുവേ ഒരു യോജിപ്പില്ല. അതേസമയം കമ്പാരിറ്റീവ്ലി അപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി സിന്തറ്റിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അൾട്ടിമേറ്റ് എന്ന് പറയുന്ന എഞ്ചിൻ ഓയിലാണ് BMW-ൻ്റെ. അത് നമ്മുടെ മോട്ടീവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഓയിലാണ്, പ്രീമിയം എഞ്ചിൻ ഓയിലാണ്. 10,000 കിലോമീറ്റേഴ്സ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ്. അതായത് ഓയിൽ ചേഞ്ച് BMW-ൽ വരുന്നത് 10,000 കിലോമീറ്റേഴ്സിന് ശേഷമാണ്. 10,000 രൂപ അടുപ്പിച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതാണ്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയാണ് ഞാൻ പറയുന്നത്. ആ സർവീസിൽ ചെയ്യുന്ന കാര്യങ്ങളും അതിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെയും കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് പറയാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ പുതിയൊരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണ് അതിൻ്റെ ക്വാളിറ്റി ഇഷ്യൂസ്. ഈവൻ അവരൊരു TFT സ്ക്രീൻ പ്രൊവൈഡ് ചെയ്തു. എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ സത്യം പറഞ്ഞാൽ OG ഹിമാലയൻ, അതായത് 411 ഹിമാലയനിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യം ആ മീറ്റർ കൺസോളാണ്. അതൊരിക്കലും മറ്റേ ഔട്ട്ഡേറ്റഡ് ആയിരുന്നു ആരും പറയത്തില്ല. സീരിയസ് ആയിട്ട് ഈ ഒരു വണ്ടിക്ക് ആ ഒരു മീറ്റർ കൺസോൾ കൊടുത്തിരുന്നെങ്കിലും ആരും ഒന്നും പറയില്ല. ചിലപ്പോൾ ഇപ്പോൾ ഇറങ്ങിയ പുതിയ ഈ ട്രെൻഡ് TFT സ്ക്രീൻ അഡ്മയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അത് പറയുന്നുണ്ടാവും. പക്ഷേ മെജോറിറ്റി ഒരിക്കലും അതിനോട് എഗ്രി ചെയ്യുന്നില്ല. പക്ഷേ പഴയ ഹിമാലയന് ഫ്യൂൽ ഗേജ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂൽ ഗേജ് കൊടുത്ത് ആ സെയിം മീറ്റർ കൺസോൾ ആയിരുന്നെങ്കിലും ഇവിടെ ആരും ഒന്നും പറയത്തില്ലായിരുന്നു. പക്ഷേ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ TFT സ്ക്രീൻ വിത്തൗട്ട് പ്രോപ്പർ റിസർച്ച് ഒരു TFT സ്ക്രീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ എന്തോ ഒരു എറേഴ്സ് ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ ആർക്കും തന്നെ പറയാൻ പറ്റില്ല. ചില സമയത്ത് വണ്ടി ഓണാക്കുന്ന സമയത്ത് മോഡ്സ് മാറ്റാൻ പറ്റില്ല. ജോയ്സ്റ്റിക്ക് ഒരു പുവർ ക്വാളിറ്റി ജോയ്സ്റ്റിക്ക് ഫസ്റ്റ് സർവീസിൽ 750 കിലോമീറ്റേഴ്സിൽ പ്രോബ്ലംസ് വരുന്നൊരു വണ്ടി നിങ്ങൾക്ക് എങ്ങനെ അത് പറയാൻ പറ്റും? TFT മീറ്റർ എറർ, ജോയ്സ്റ്റിക്ക് എറർ, എന്തൊക്കെ ക്വാളിറ്റി ഇഷ്യൂസ് വരാമോ അതൊക്കെ ഈ ഒരു ഫസ്റ്റ് സർവീസിൽ തന്നെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എല്ലാവർക്കും വരുന്നു എന്നല്ല, പക്ഷേ ഇത് കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഒരു 100 വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 30-40 വെഹിക്കിൾസിന് ഈ ഒരു കംപ്ലയിൻറ്റ്സ് കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് അത്രയും വലിയൊരു ക്വാളിറ്റി ഇഷ്യൂ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല അതെങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് അറിയത്തില്ല. TFT മീറ്റർ ചുരുക്കി പറഞ്ഞാൽ ആ ഫീച്ചർ അതിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും. ഫോൺ മിറർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫോൺ അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ഫുൾ ടൈം ഓൺ ആക്കി വെക്കണം. ആരാണ് ഒരു ഫോൺ മൗണ്ട് മേടിക്കുന്നതിനെക്കാട്ടിലും ഫോണ് ഇത് മിറർ ചെയ്ത് പോക്കറ്റിലിട്ട് അത്രയും അത് യൂസ് ചെയ്യുന്നത് സെയിം അല്ലേ? വേണമെങ്കിൽ നമുക്ക് ക്യാമറ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് പറയാം, വണ്ടിയിൽ വൈബ്രേഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്, അത് മാത്രം പറയാം. പക്ഷേ അതെനിക്ക് തോന്നുന്നില്ല അത് വാലിഡ് ആയിട്ടുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നില്ല. ഈവൻ നമ്മളൊരു TFT സ്ക്രീനിന് ഇത്രയും ഫീച്ചേഴ്സുള്ള ഒരു TFT സ്ക്രീൻ ഉണ്ടെങ്കിലും എക്സ്റ്റേണൽ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വെക്കേണ്ട ഒരു അവസ്ഥയാണ് ഹിമാലയനിൽ. ഒരുപാട് പേര് വെക്കുന്നുണ്ട്. ഇതാണ് മെയിൻ റീസൺ. സോ എനിക്കതിൽ കൂടുതൽ ആ ഒരു കാര്യത്തിൽ എനിക്കിനി കൂടുതൽ പറയാനുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി നെക്സ്റ്റ് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ OG ഹിമാലയൻ്റെ ഏറ്റവും കീ ഫീച്ചറാണ്. അതായത് OG ഹിമാലയന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു, അതായത് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതായത് ഇത് ഹിമാലയനാണ് എന്നുള്ളൊരു സംഭവം. അതായത് ആ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് ലോ ആൻഡ് ടോർക്ക് കൊടുക്കുന്ന വണ്ടി അതായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് റൈസ് ചെയ്ത ഹാൻഡിൽ ബാറും കാര്യങ്ങളും. ഇപ്പോഴത്തെ വണ്ടി എങ്ങനെയാണെന്നറിയോ? ഞാനിത് പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നു വെച്ചാൽ എക്സ്പൾസ് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആണല്ലോ. എക്സ്പൾസ് ഒരുപാട് നല്ല രീതിക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പൾസിൻ്റെ ലുക്കും അതുപോലെ KTM ADV 390യുടെ പെർഫോമൻസും എൻജിൻ സ്പെക്കും വെച്ചിട്ട് ഒരു ഹൈബ്രിഡ് ഇറക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഇറക്കി സ്വന്തം ക്യാരക്ടർ കളഞ്ഞ ഒരു സെഗ്മെൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഹിമാലയൻ്റെ. അങ്ങനെ വേണം എടുത്ത് പറയാനായിട്ട്. ബിക്കോസ് എനിക്ക് ഓടിച്ചപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ഒരു ഹൈ റവിങ് എഞ്ചിൻ, അതായത് ലോ എൻഡിൽ ടോർക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിക്ക് പകരമായിട്ട് ഇപ്പോൾ നല്ല രീതിക്ക് ത്രോട്ടിൽ റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവറും ടോർക്കും കിട്ടത്തുള്ളൂ. ആ ഒരു അവസ്ഥയിലോട്ട് വണ്ടി പോയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ ഒരു KTM ഓടിക്കുന്ന പോലെ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ഒരു KTM. ഓക്കെ, റൈഡിങ് പോസ്റ്റർ ആണെന്നുണ്ടെങ്കിലും സിമിലർ ടു KTM. ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമിലർ ടു എക്സ്പൾസിൻ്റെ അല്ല, യൂണിക് ഡിസൈൻ അല്ല അതും ഇൻസ്പയർഡ് ആണ്. ബട്ട് സ്റ്റിൽ എക്സ്പൾസിൻ്റെ അതേപോലെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒറിജിനൽ OG ഹിമാലയൻ്റെ ക്യാരക്ടേഴ്സ് കംപ്ലീറ്റ് പോയി. അണ്ടർ പവേർഡ് ആയിരുന്നു ഒറിജിനൽ ഹിമാലയൻ. ന്യൂട്ടൺ ടോർക്ക് കുറവായിരുന്നു. പക്ഷേ സ്റ്റിൽ ഓഫ് റോഡിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളും ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും അത് കാഴ്ചവെച്ചിട്ടുണ്ട്. ബെസ്റ്റ് മോട്ടോർ സൈക്കിളാണെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് അത് ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ക്യാരക്ടർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ അപ്ഗ്രേഡ് ചെയ്തിരുന്നെങ്കിൽ ആ ഡിസൈനിൽ ഈ ഒരു എഞ്ചിനും വിത്ത് ബെറ്റർ ലോ ആൻഡ് ടോർക്ക് ആ പഴയ മീറ്റർ കൺസോളും വെച്ചിരുന്നെങ്കിൽ വേറെ ലെവലായതിനെ വണ്ടി. അനാവശ്യമായിട്ട് ഫീച്ചേഴ്സ് കുത്തി ഇറക്കണതിന് പകരം
ക്വാളിറ്റി ഉള്ള ഫീച്ചേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യും. ഒരിക്കലും ക്വാളിറ്റി ഇല്ലാത്ത ഫീച്ചേഴ്സിനെ ആരും അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻ കേസ് അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം. ഇവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി നോക്കിയാൽ മതി. ഹിമാലയൻ്റെ സ്പെസിഫിക്കേഷൻസ് കൊടുക്കുന്ന സ്ഥലത്ത് കൂടുതലും അവർ ഈ ഫാൻസി ഐറ്റംസ് ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. TFT സ്ക്രീനും അതിൻ്റെ ലുക്കും അതിൻ്റെ കളർ വേരിയൻറ്റും അതാണ്. സിമിലർ ഇതിൽ നിങ്ങൾ GSൻ്റെ BMW ഇതിൽ കയറി നോക്കി, ഫുള്ള് യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ സഹിതം എൻജിൻ സ്പെക്ക് കാര്യങ്ങൾ, അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, അതിൻ്റെ അഡ്വാൻറ്റേജസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ കിട്ടും. ഇതിൻ്റെ സ്പെക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എന്തോരം റിസർച്ച് ചെയ്തെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെയാണ് ആ അവസ്ഥ. സോ അത് തന്നെ നമുക്ക് അതിൽ തന്നെ എടുത്ത് കാണാവുന്നതാണ്. പിന്നെ പ്രോബ്ലംസ് വരുന്നത് ഫസ്റ്റ് സർവീസ് വണ്ടി എടുത്ത് എനിക്കൊന്ന് 20 to 30 കിലോമീറ്റേഴ്സ് ഓടിച്ച സമയത്ത് ക്ലച്ച് പ്ലേറ്റ് കത്തിയ ഇഷ്യൂ ഉണ്ട്. ഞാൻ ഈ പറയുന്ന ഇഷ്യൂസ് എല്ലാം ഞാൻ ഇതിൽ കമൻറ്റ് സെക്ഷനിൽ ടാഗ് ചെയ്യാം കേട്ടോ, ഞാൻ റെഫർ ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇഷ്യൂസ് പറയുന്ന ആൾക്കാരുണ്ട്. അത് കൂടാതെ എനിക്ക് മെയിനായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട 3 ഇഷ്യൂസ് ഉണ്ട്. ഒന്ന് നമ്മുടെ ക്രാഷ് ഗാർഡ്, അതായത് നമ്മുടെ ഇതുണ്ടല്ലോ ഷാസി പൊട്ടിപ്പോയ ഇൻസിഡൻ്റ് ഉണ്ട്. അത് സാനയുടെ ക്രാഷ് ഗാർഡാണ് യൂസ് ചെയ്തത്. അപ്പോൾ തേർഡ് പാർട്ടി ക്രാഷ് ഗാർഡ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു ഷാസി ബ്രേക്ക് വരുന്നതെന്ന് റോയൽ എൻഫീൽഡ് ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു പിന്നെ ക്രാഷ് ഗാർഡ് വെച്ച് കഴിഞ്ഞാൽ ഷാസി ബ്രേക്ക് ആവുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ബ്രേക്ക് ആവും. ആക്ച്വലി ക്രാഷ് ഗാർഡ് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തില്ലെങ്കിലോ ക്രാഷ് ഗാർഡിൻ്റെ ഡിസൈനിൽ പ്രോപ്പർ ഡിസൈൻ അല്ലാന്നുണ്ടെങ്കിലോ എൻജിൻ ഷാസിയിൽ അല്ലെങ്കിൽ എൻജിൻ പാർട്സിൽ പ്രഷർ വരാനും വണ്ടി വീഴുമ്പോൾ പ്രഷർ വരാനും അതുപോലെ ബ്രേക്ക് ആവാനും ചാൻസസ് ഉണ്ട്. പക്ഷേ ഇതിൽ ആരാണ് കുറ്റക്കാരനെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റത്തില്ല. ബിക്കോസ് നമ്മുടെ കയ്യിൽ ഇനഫ് ഡേറ്റാസ് ഇല്ല. ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ പ്രശ്നമാണോ, ഇൻസ്റ്റാൾ ചെയ്തതിന് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. ഡിസൈനിങ്ങിന് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ബിക്കോസ് ഏത് ടൈപ്പ് ക്രാഷ് ഗാർഡാണ് യൂസ് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും പുറത്ത് വന്നിട്ടില്ല. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഷാസി ഒഴിഞ്ഞു ക്വാളിറ്റി ഇഷ്യൂ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റോയൽ എൻഫീൽഡിൻ്റെ പ്രശ്നമാണോ എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ക്രാഷ് ഗാർഡ് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇപ്പോൾ സാനയുടെ ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ഇതിനകത്ത് ഇടാം. അവർ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. പക്ഷേ അതിലും കുറേ അവർക്ക് തന്നെ 3 മോഡൽസ് ക്രാഷ് ഗാർഡ് ഉണ്ട്. അതെല്ലാം ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊന്നും വിട്ടിട്ടില്ല. അവർ ക്ലെയിം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ പോയിൻറ്റ്സുകൾ ഇൻസ്റ്റാൾ ചെയ്ത പോയിൻറ്റുകൾ ഇതിൻ്റെ ഹിമാലയൻ അവരുടെ സ്റ്റോക്ക് റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്ന സെയിം ക്രാഷ് ഗാർഡിൻ്റെ ഇത് തന്നെയാണെന്നാണ് അവരും പറയുന്നത്. സെയിം പോയിൻറ്റ്സ് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഡിസൈൻ വൈസ് അതിൽ ഫോൾട്ട് ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. സോ അതിൽ നമുക്ക് ഇനഫ് ഡേറ്റാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അതിലൊരു ഇത് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഷാസി ബ്രേക്ക്. ഇനി രണ്ടാമത്തേന്ന് വെച്ചാൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡിലിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പോർഷനാണ്. അതായത് നമ്മുടെ സസ്പെൻഷന് തൊട്ട് മുകളിൽ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അത് ഹാൻഡിലിങ്ങിനെ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡിലിങ്ങിന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറാണ്. ഹാൻഡിലിങ്ങിനെ ഈസി ആക്കുന്ന രീതിക്കുള്ള ഒരു സ്ട്രക്ചറാണ്, ഒരു മെക്കാനിക്കൽ സ്ട്രക്ചറാണ്. അവിടെ എന്താ സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെപ്റ്റിൽ നോയ്സ് വരുന്നത്. ഈവൻ ഫസ്റ്റ് സർവീസ് തന്നെ നോയ്സ് വന്ന ആൾക്കാരുണ്ട്. അതിൽ ഒരു തരം നമുക്ക് കോൺസെപ്റ്റിൽ നോയ്സസ് വരും കേട്ടോ. അത് നമ്മൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടികൾ അതുപോലെ എക്സ്ട്രീം ഓഫ് റോഡ് കണ്ടീഷൻസിലൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സസ്പെൻഷൻ നല്ല രീതിക്ക് മൂവ് ചെയ്ത് പ്രശ്നങ്ങളുണ്ടായി കോൺസെപ്റ്റിൽ ചെറിയ പ്രശ്നങ്ങൾ നോയ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഫസ്റ്റ് സർവീസിൽ തന്നെ അത് വരികയാണെന്നുണ്ടെങ്കിൽ അതും സിറ്റിയിൽ ഓടിച്ച ആൾക്കാരൊക്കെ വരെ കോൺസെപ്റ്റ് നോയ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ക്വാളിറ്റി തന്നെയാണ് അതിൽ എടുത്ത് പറയേണ്ടത്. പിന്നെ വരുന്ന ടാപ്പറ്റ് നോയ്സ്. ടാപ്പറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാം ഫോളോവർ എന്ന് പറയും. ക്യാം ഫോളോവർ അല്ലെങ്കിൽ വാൽവ് ലിഫ്റ്റർ എന്ന് പറയും. അതായത് വലിയ ടോപ്പിക്കാണ്, ഓടിച്ച് പറയാം. ക്യാം ഷാഫ്റ്റ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട് എഞ്ചിനിൽ. അതിൻ്റെ മോഷൻ എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ മോഷനാണ്. നമ്മുടെ വാൽവ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ മോഷനാണ് വാൽവ് ഓപ്പറേഷൻ. അപ്പോൾ ഈ റൊട്ടേഷണൽ മോഷനെ വെർട്ടിക്കൽ മോഷൻ ആക്കാൻ വേണ്ടി കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ക്യാം ഫോളോവർ അല്ലെങ്കിൽ വാൽവ് ലിഫ്റ്റർ എന്ന് പറയുന്ന ടാപ്പറ്റ്. ഈ ടാപ്പറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് സർഫസ് ഉണ്ട്, അതിൻ്റെ മണ്ടയിൽ നമ്മളിങ്ങനെ ഒരു ഹാമർ പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇത് വന്ന് ഈ സർഫസിൽ ഇങ്ങനെ തട്ടി പ്രസ് ചെയ്താണ് വാൽവ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇൻലെറ്റ് എക്സോസ്റ്റ് വാൽവ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോർമൽ നമ്മൾ ഇത് എല്ലാ വണ്ടികളിലും ഈ ടാപ്പറ്റ് ഇഷ്യൂ വരും, ടാപ്പറ്റ് നോയ്സും കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ ഓയിലിംഗ് വണ്ടിയിൽ ചെയ്യുന്ന ഓയിലിംഗ് പ്രോപ്പർ അല്ല, അതായത് എഞ്ചിൻ ഓയിൽ മാറ്റുന്ന പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ ഓയിൽ ഫിൽറ്റർ മാറ്റിയിട്ടില്ല പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് വരും, ഫ്രിക്ഷൻ കൂടുമ്പോൾ അങ്ങനെയൊക്കെ ഈ ഡിസ്റ്റൻസ് കൂടിയിട്ട് പ്രശ്നങ്ങൾ വരാം. ഇതല്ലാതെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ ഇഷ്യൂ. അതായത് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് വരുന്ന സമയത്ത് ഈ ഡിസ്റ്റൻസ് കൂടി ഇരിക്കും. ഡിസ്റ്റൻസ് കൂടുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ടാപ്പറ്റ് ഇങ്ങനെ വന്ന് ഈ പ്ലേറ്റിൽ ടക്ക് ഡിഷ് ടക്ക് ഡിഷ് ടക്ക് ഡിഷ് ടക്ക് ഡിഷ് ആ ഒരു ടക്ക് 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 സൗണ്ട് അവിടെ വരും. മനസ്സിലായി ഞാൻ പറയുന്നത്? അപ്പോൾ ആ സൗണ്ടാണ് സത്യം പറഞ്ഞാൽ അനോയിങ് ആയിട്ട് തോന്നുന്നത്. ഇത് വണ്ടിയുടെ പെർഫോമൻസിനെയും കാര്യങ്ങളെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ലോങ് റണ്ണിൽ. പിന്നെ നമുക്ക് അറിഞ്ഞൂടല്ലോ എന്തുകൊണ്ടാണ് വരുന്നത്. ഡിസൈൻ ഫോൾട്ടാണെന്ന് പുതിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ എന്ത് പറയും, നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്തു, ഓയിൽ ഫിൽറ്റർ, നമുക്ക് വീണ്ടും സർവീസ് സെൻറ്റർ കയറി ഇറങ്ങേണ്ടി വരും. സോ ടാപ്പറ്റ് ഇഷ്യൂ. അപ്പോൾ ഇങ്ങനെ
കംപ്ലയിൻസിൻ്റെ ഒരു പൂരമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഹൈലി ഡിസപ്പോയിൻറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ആ വണ്ടി ഓടിച്ചതിൽ ഞാൻ സീരിയസ്ലി പറയണം, എൻ്റെ വണ്ടിയെക്കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ലോ ആൻഡ് ടോർക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വണ്ടി ഓടിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. കംഫർട്ട് മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പവർ ഉണ്ട്, നല്ല രീതിക്ക് റൈഡ് എക്സ്പീരിയൻസും വൈബ്രേഷൻ കുറവ് എല്ലാം ഉണ്ട്. അനാവശ്യമായിട്ട് ഫീച്ചേഴ്സ് കുത്തിക്കയറ്റിയത് ഒഴിച്ചു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾ ഫീച്ചേഴ്സ് കൊടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് നല്ല ക്വാളിറ്റിയിൽ ഫീച്ചേഴ്സ് കൊടുക്കണം, അല്ലെങ്കിൽ ആ പൈസയ്ക്കുള്ള ഫീച്ചേഴ്സ് മതി, ചെറിയ ഫീച്ചേഴ്സ് മതി. അതിനെക്കാട്ടിലും ആ റൈഡ് എന്ന് പറയുന്നതിൻ്റെ ക്വാളിറ്റിയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന അതാണ്. പ്രോഡക്റ്റ് മേടിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റിയെ എനിക്ക് പേഴ്സണലി ഞാൻ അതാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റ്, എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ആ ഒരു കാര്യത്തിൽ. ഞാൻ ആ വണ്ടി ഓടിച്ചു കഴിഞ്ഞതിന് ശേഷം എത്രയോ റിസർച്ച് ചെയ്തിട്ട് എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വണ്ടി എന്ത് അടിപൊളിയായെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, സീരിയസ്ലി സ്പീക്കിംഗ്. അപ്പുറത്തെ സൈഡിൽ എനിക്ക് കിട്ടുന്ന സർവീസ് എന്ന് പറയുന്നത്, ഈവൻ ഞാൻ ഒരു വർഷം 10,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ആ പരിസരത്തോട്ടേ പോകണ്ട. ഞാൻ സർവീസ് സെൻറ്റർ കണ്ടിട്ട് എത്ര നാളായെന്നറിയോ? ആ പരിസരത്തോട്ടേ പോയിട്ടില്ല. 7,000 കിലോമീറ്റേഴ്സായി വണ്ടി, 7,000 കിലോമീറ്ററായി. ഞാൻ മാർച്ചിലാണ് വണ്ടി എടുത്തത്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 5 മാസം കംപ്ലീറ്റ് ആവുന്നേ ഉള്ളൂ. 7,000 കിലോമീറ്റേഴ്സ് ഞാൻ ഓടാതിരുന്നൊന്നുമല്ല. ലോങ് റൈഡ് പോയിട്ടുണ്ട്, സിറ്റി റൈഡ് പോയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പോയിട്ടുണ്ട്. ബട്ട് എനിക്കിങ്ങനെ കാര്യമായിട്ട് പറയത്തക്ക വിധം എന്നല്ല, ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. സോ എനിക്കറിയത്തില്ല അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നിട്ടും സ്റ്റിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും GS-ൻ്റെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ഉടനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർവീസ് സെൻറ്ററിൽ കയറിയോ, സർവീസ് സെൻറ്ററിൽ പൈസ കൊടുത്തോ, 10,000 രൂപ പോയോ, 20,000 രൂപ പോയോ, 50,000 രൂപ പോയോ, കാശ് കാലിയായോ, പോക്കറ്റ് കാലിയായോ, ഇതൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. ആക്ച്വലി ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റിംഗ് ആണ്. ബിക്കോസ് നമ്മളെ ഫാൻസി ഐറ്റംസ് വെച്ചിട്ട് നമ്മളെ സത്യം പറഞ്ഞാൽ ഇത് ചെയ്യുക, പറ്റിക്കുക. ആക്ച്വൽ ക്വാളിറ്റി എവിടെയാണ് കാണിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ബേസിലാണ് കാണിക്കേണ്ടത് ക്വാളിറ്റി. ഫീച്ചേഴ്സ് ഓക്കെ, ഒബ്വിയസ്ലി KTM ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, ബെറ്ററായിട്ട് ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബെറ്ററായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഇഷ്യൂസ് അവിടെയും ഉണ്ടാവാറില്ല, ഇതേപോലത്തെ ഇഷ്യൂസ്. പക്ഷേ ഇത് സ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ, ക്രാഷ് ഗാർഡിൻ്റെ ഇഷ്യൂവിൽ ഞാൻ പിന്നെയും പറയുന്നില്ല. പക്ഷേ ബാക്കിയുള്ള ഇഷ്യൂസ് എല്ലാം ജെന്യൂനായിട്ട് നേരിട്ട് കണ്ട കാര്യങ്ങളാണ്. ഇതിൽ കൂടുതൽ ഞാൻ ഒരുപാട് ഇത് യൂസേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചതും ഒരുപാട് ആൾക്കാർ ഇത് പറയുന്നുണ്ടായിരുന്നു. അവർക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമാണ്, വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈവൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുന്നത്. പക്ഷേ ഓടിക്കുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഇതാണ് അവസ്ഥ. ഒരുപാട് ഓണേഴ്സ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒബ്വിയസ്ലി പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു, അപ്പം എനിക്കറിയാം, പിന്നെ മേ ബി ഞാൻ നോക്കിയതും അറിഞ്ഞതും ചിലപ്പോൾ തെറ്റായിരിക്കും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. ബട്ട് ഞാൻ റിസർച്ച് ചെയ്തതിൽ മനസ്സിലായ കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. സോ അത്രയേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻറ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വണ്ടി മേടിക്കാനിരിക്കുന്നവർക്ക് ശരിക്കും യൂസ്ഫുൾ ആവുന്ന ഒരു കണ്ടൻറ്റാണ് ഞാൻ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കാണുക, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറുതായിട്ട് ട്രാവൽ ചെയ്തിട്ട് ഇനി ട്രാവൽ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാവൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. ഇനി ആ ഒരു ടൈമിൽ ചെറുതായിട്ട് ട്രാവൽ ചെയ്ത വീഡിയോസും കാര്യങ്ങളും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ലാസ്റ്റ് വീഡിയോ 40 minutes ലോങ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല അത് ഒരുപാട് ആൾക്കാർ കാണുമെന്ന്, ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതെ ഇട്ടതാണ്. ബിക്കോസ് ആരെങ്കിലും വണ്ടി മേടിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവട്ടെ. പ്രത്യേകിച്ച് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരന് കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ ഷെയർ ചെയ്തിട്ട വീഡിയോ ആണ്. അതേപോലെ തന്നെയാണ് ഇതും ചെയ്തേക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്, ബിക്കോസ് ഈ വണ്ടിക്ക് അത്രയും ഫാൻ ബേസ് ഉണ്ട് ഒബ്വിയസ്ലി. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ വരുന്നത്. അപ്പോൾ സോ വണ്ടി എടുക്കുന്ന ആൾക്കാർ മാക്സിമം നോക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ കാണുക. പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ബൈക്ക് റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ട കണ്ടന്റാണ് ഞാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്കൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോയുടെ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ വീഡിയോയുടെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇനി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള സജഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ പറയുക. കമൻസ് ആണ് സത്യം പറഞ്ഞാൽ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ പേഴ്സണലി എനിക്ക് ഒരുപാട് ബെറ്റർ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു കമൻസ് എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് എല്ലാ പേരും പ്രോപ്പറായിട്ട് ഇൻട്രാക്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇനി നെക്സ്റ്റ് വീക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്.